أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين لن تنالوا البر حتى تنفقوا مما تحبون وما تنفقوا من شيء فإن الله به عليم. ഈ ആയത്തിൻ്റെ തർജ്ജമ ഇപ്രകാരമാകുന്നു: നിങ്ങൾ ഇഷ്ടപ്പെടുന്ന സാധനങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കാത്തിടത്തോളം നിങ്ങൾക്ക് ഒരിക്കലും തന്നെ നന്മയെ പ്രാപിക്കാൻ സാധ്യമല്ല. നിങ്ങൾ എന്തെന്നാണോ ചെലവഴിക്കുന്നത് അതിനെ സംബന്ധിച്ച് നിശ്ചയമായും അള്ളാഹു നല്ലപോലെ അറിയുന്നവനാകുന്നു. ബിർറ് എന്ന് ഉന്നത രീതിയിലുള്ള നന്മയ്ക്കും സമ്പൂർണമായ നന്മയ്ക്കുമാണ് പറയാറുള്ളത്. വിശുദ്ധ ഖുർആനിൽ പറയുന്നു, നിങ്ങളുടെ ഇഷ്ടപ്പെട്ട സാധനങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ത്യജിക്കാതെയും ചെലവഴിക്കാതെയും നിങ്ങൾക്ക് യഥാർത്ഥ നന്മ ആർജിക്കാൻ സാധ്യമല്ല. ഒരു യഥാർത്ഥ വിശ്വാസി അള്ളാഹുവിൻ്റെ തൃപ്തി അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു, നന്മയുടെ ഉന്നത നിലവാരങ്ങൾ കരസ്ഥമാക്കാൻ ശ്രമിക്കുന്നു, അള്ളാഹുവിൻ്റെ സാമീപ്യത്തിലേക്ക് അടുപ്പിക്കുന്ന നിലവാരം പ്രാപിക്കാൻ ശ്രമിക്കേണ്ടതുമാണ്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിൻ്റെ സാമീപ്യം കരസ്ഥമാക്കുന്നതിനുള്ള വിവിധ രീതിയിലുള്ള ഉപദേശങ്ങൾ പല സ്ഥലത്തും വന്നിട്ടുണ്ട്. പല നന്മകളെ സംബന്ധിച്ചും പരാമർശമുണ്ട്. അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ചെലവഴിക്കലും ഒരു നന്മയാണെന്ന് പറയുന്നു. ഈ ആയത്തിലും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവ് ചെയ്യുന്നത് ഒരു വലിയ നന്മയായി എടുത്തു പറയുന്നു. അള്ളാഹു പറയുന്നു, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന സമ്പത്ത് അല്ലെങ്കിൽ വസ്തുക്കൾ അത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവ് ചെയ്യുമ്പോഴാണ് വലിയ ഒരു നന്മയായി തീരുന്നത്. തീർച്ചയായും അള്ളാഹുവിൻ്റെ തൃപ്തിയിലാക്കാക്കിക്കൊണ്ട് ചെയ്യുന്ന എല്ലാ നന്മയ്ക്കും അവൻ പ്രതിഫലം നൽകുന്നു. പക്ഷേ മനുഷ്യന് സമ്പത്തിനോട് ഒരു പ്രത്യേക പ്രതിപത്തിയുണ്ട്. അതുകൊണ്ടാണ് ആ കാര്യത്തിലേക്ക് പ്രത്യേകമായി ശ്രദ്ധ ക്ഷണിച്ചിരിക്കുന്നത്. അതായത് വിശ്വാസത്തിൻ്റെയും സത്യസന്ധമായ നന്മയുടെയും ത്യാഗത്തിൻ്റെയും ഉന്നതമായ നിലവാരത്തിൻ്റെയും ഒരു മാനദണ്ഡം അള്ളാഹു ഈ ത്യാഗത്തിന് വേണ്ടി വെച്ചിട്ടുണ്ട്. അതായത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന സാധനങ്ങൾ അള്ളാഹുവിൻ്റെ പ്രീതി കരസ്ഥമാക്കാൻ ചെലവഴിക്കണം. ഹദ്രത്ത് മസീമോദ് അലി ഇസ്ലാം പല സ്ഥലങ്ങളിലും ഇതിൻ്റെ വിശദീകരണം നൽകിയിട്ടുണ്ട്. ഒരു സ്ഥലത്ത് ആ മഹാത്മാവ് പറയുന്നു, സമ്പത്തിനോട് സ്നേഹമുണ്ടാകാൻ പാടില്ല. ഇത് ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും വളരെ പ്രയാസകരമായ ഒരു കാര്യമാകുന്നു. സമ്പത്തിനോട് സ്നേഹമുണ്ടാക്കാൻ പാടില്ല. അള്ളാഹു പറയുന്നു, ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബൂൻ. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന സാധനങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നതുവരെ നിങ്ങൾക്ക് ശരിയായ നന്മ പ്രാപിക്കാൻ സാധ്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടവുമായി ഇന്നത്തെ അവസ്ഥകളെ താരതമ്യം ചെയ്യുകയാണെങ്കിൽ ആ കാലഘട്ടത്തിലെ അവസ്ഥകളെ കാണുമ്പോൾ വളരെ സങ്കടം തോന്നുന്നു. കാരണം ജീവനേക്കാളും പ്രിയപ്പെട്ട മറ്റൊരു കാര്യവുമില്ല. ആ കാലഘട്ടത്തിൽ, അതായത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജീവൻ ത്യജിക്കേണ്ടി വന്നിരുന്നു. പറയുന്നു, നിങ്ങളെപ്പോലെ അവരും ഭാര്യ മക്കളുള്ളവരായിരുന്നു. ജീവൻ എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ടതാണ്. പക്ഷേ അവർ എപ്പോഴും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ത്യാഗം ചെയ്യുന്നതിനുള്ള അവസരം പാർത്ത് കഴിയുന്നവരായിരുന്നു. തുടർന്ന് പറയുന്നു, വ്യർത്ഥവും മോശവുമായ വസ്തുക്കൾ ചെലവഴിച്ചുകൊണ്ട് ഒരാൾക്കും തന്നെ നന്മ ചെയ്തു എന്ന് പറയാൻ സാധ്യമല്ല.
നന്മയുടെ കവാടങ്ങൾ വളരെ ഇടുങ്ങിയതാകുന്നു. ആയതിനാൽ ഒരു കാര്യം ഓർക്കുക, മോശമായ വസ്തുക്കൾ ചെലവഴിച്ചുകൊണ്ട് ആർക്കും തന്നെ അതിലൂടെ കടന്നു പോകാൻ സാധ്യമല്ല. കാരണം വിശുദ്ധ ഖുർആൻ വ്യക്തമായും പറയുന്നു, ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട വസ്തുക്കൾ ചെലവ് ചെയ്യുന്നതുവരെയും അള്ളാഹുവിൻ്റെ ഇഷ്ടമുള്ള ആളുകളും സംപ്രീതരുമാകാൻ നിങ്ങൾക്ക് സാധ്യമല്ല. പ്രയാസങ്ങൾ ഏറ്റെടുക്കാൻ സന്നദ്ധമല്ലെങ്കിൽ, യഥാർത്ഥ നന്മ ആർജിക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് വിജയിക്കാൻ കഴിയുക? ആ മഹാത്മാവ് പറയുന്നു, സഹാബാക്കൾ വളരെ സൗജന്യമായിട്ടല്ല ഈ നിലവാരത്തിലേക്ക് എത്തിയത്. ഭൗതികമായ അവാർഡുകൾ കരസ്ഥമാക്കുന്നതിന് എത്രമാത്രം സംഖ്യ ചെലവഴിക്കുകയും പ്രയാസങ്ങൾ അനുഭവിക്കുകയും ചെയ്യേണ്ടി വരുന്നു. പിന്നെയാണ് വളരെ നിസ്സാരമായ അവാർഡുകൾ ലഭ്യമാകുന്നത്. അത് മുഖേന മാനസികമായ സമാധാനവും സംതൃപ്തിയും ലഭിക്കുന്നൊന്നുമില്ല. എന്നിരിക്കെ മനസ്സിന് സമാധാനവും തൃപ്തിയും നൽകുകയും അള്ളാഹുവിൻ്റെ തൃപ്തിയുടെ അടയാളവുമായ റളിയല്ലാഹു അൻഹും എന്ന ബഹുമതി വളരെ എളുപ്പത്തിൽ കരസ്ഥമാക്കാൻ കഴിയുമോ? പറയുന്നു, യഥാർത്ഥ സന്തോഷത്തിന് നിദാനമായ ദൈവിക തൃപ്തി കരസ്ഥമാക്കാൻ താൽക്കാലികമായ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മാത്രം സഹിച്ചാൽ പോരാ. അള്ളാഹുവിനെ വഞ്ചിക്കാൻ ആർക്കും സാധ്യമല്ല. ആയതിനാൽ ദൈവികമായ തൃപ്തിക്ക് വേണ്ടി പ്രയാസങ്ങളെ പരിഗണിക്കാത്തവൻ അനുഗ്രഹീതനാകുന്നു. കാരണം ശാശ്വതമായ സന്തോഷവും ശാശ്വതമായ സുഖത്തിൻ്റെയും പ്രകാശം ഈ താൽക്കാലികമായ പ്രയാസത്തിനു ശേഷമാണ് വിശ്വാസിക്ക് ലഭ്യമാകുന്നത്. തുടർന്ന് പറയുന്നു, ലോകത്ത് മനുഷ്യൻ സമ്പത്തിനോട് അത്യധികം സ്നേഹം കാണിക്കുന്നു. അതുകൊണ്ട് തന്നെ സ്വപ്നവ്യാഖ്യാനങ്ങളിൽ എഴുതിയിരിക്കുന്നു, ആരെങ്കിലും തൻ്റെ കരൾ പറിച്ചു കൊടുത്തതായി സ്വപ്നം കാണുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം സമ്പത്താകുന്നു. ഈ കാരണം കൊണ്ട് തന്നെ യഥാർത്ഥ തഖ്വയും വിശ്വാസവും കരസ്ഥമാക്കുന്നത് സംബന്ധിച്ച് അള്ളാഹു പറയുന്നു, ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. യഥാർത്ഥ നന്മ നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ചെലവഴിക്കുന്നതുവരെ നിങ്ങൾക്ക് ആർജിക്കാൻ സാധ്യമല്ല. കാരണം ദൈവസൃഷ്ടികളോട് സഹാനുഭൂതിയിലും നന്മയിലും വർദ്ധിക്കുന്നതിന് ചെലവഴിക്കാൻ ഒരു വലിയ സംഖ്യ തന്നെ മാറ്റിവെക്കേണ്ടി വരുന്നു എന്ന കാര്യം നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. സമൂഹത്തിലെ വിവിധ ആളുകളോട് ദൈവിക സൃഷ്ടികളോട് സഹാനുഭൂതി എന്നത് വിശ്വാസത്തിൻ്റെ മറ്റൊരു ഭാഗമാകുന്നു. അതുകൂടാതെ വിശ്വാസം പൂർണ്ണമാവുകയോ അത് ഉള്ളിലേക്ക് പ്രവേശിക്കുകയോ ചെയ്യുന്നതല്ല. അതുകൂടാതെ പരിപക്വവും ലബ്ധപ്രതിഷ്ഠവുമായ വിശ്വാസമുണ്ടാകുന്നതല്ല. മനുഷ്യൻ ത്യാഗം ചെയ്യാതെ മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്നതല്ല. മറ്റുള്ളവർക്ക് നന്മ എത്തിക്കുന്നതിന് വേണ്ടി ത്യാഗം ചെയ്യേണ്ടി വരുന്നു. മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്നതിനും സഹാനുഭൂതി പ്രകടിപ്പിക്കുന്നതിനും ത്യാഗങ്ങൾ അനിവാര്യമാകുന്നു. ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ എന്ന ഈ ആയത്തിലും ത്യാഗത്തിൻ്റെ അധ്യാപനവും മാർഗദർശനവുമാണ് നൽകുന്നത്. ചുരുക്കത്തിൽ ദൈവമാർഗത്തിൽ ചെലവഴിക്കുന്നതും മനുഷ്യൻ്റെ നന്മയുടെയും തഖ്വയുടെയും അടയാളത്തിനുള്ള നിദാനമാകുന്നു, അതിൻ്റെ സൗരഭ്യമാകുന്നു. അദ്ദേഹം പറയുന്നു, ഹദ്റത്ത് അബൂബക്കറിൻ്റെ ജീവിതത്തിൽ ദൈവമാർഗത്തിലുള്ള സമർപ്പണത്തിൻ്റെ നിലവാരവും പരിമളവും കാണാൻ കഴിയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യത്തെ സംബന്ധിച്ച് ആവശ്യപ്പെടുമ്പോൾ അദ്ദേഹം വീട്ടിലുള്ള മുഴുവനും കൊണ്ടുവന്ന് സമർപ്പിക്കുന്നു, വീട്ടിലെ സകല വസ്തുക്കളും എത്തിക്കുന്നു. തുടർന്ന് ആ മഹാത്മാവ് ഉപദേശിക്കുന്നു, സമ്പത്തിനോട് സ്നേഹം കാണിക്കരുത്. അള്ളാഹു പറയുന്നു, ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സമ്പത്ത് ചെലവഴിക്കുന്നതുവരെ നിങ്ങൾക്ക് യഥാർത്ഥ നന്മ പ്രാപിക്കാൻ സാധ്യമല്ല. ഞാൻ പറഞ്ഞു വന്നതുപോലെ ഉന്നത തലത്തിലും സമ്പൂർണവുമായ നന്മയ്ക്കാണ് ബിർറ് എന്ന് പറയുന്നത്. ഈ രഹസ്യമാണ് അഹ്മദി ജമാഅത്തിലെ അംഗങ്ങൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കിയിട്ടുള്ളത്. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാം ശിക്ഷണപരമായി ഉണ്ടാക്കിയ സ്വാധീനത്തിൽ ഇന്നുവരെയും പണ്ട് സഹാബാക്കൾ സ്ഥാപിച്ചിരുന്ന ഈ ത്യാഗത്തിൻ്റെ നിലവാരം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാമിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് സമീപസ്ഥരായ ആളുകൾ, അദ്ദേഹത്തിൻ്റെ സഹാബാക്കളും അത് നിലനിർത്തി. തുടർന്ന് ഖിലാഫത്തിൻ്റെ കാലഘട്ടത്തിലും ഈ ത്യാഗങ്ങൾ നമ്മൾ കണ്ടതാണ്. ഇന്നും അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാമ്പത്തിക ത്യാഗത്തിന് ഒരുപാട് തവണ ആഹ്വാനം ചെയ്തിരുന്നു. അത് സഹാബാക്കൾ മനസ്സിലാക്കുകയും അത് നല്ലപോലെ പ്രാവർത്തികമാക്കുകയും ചെയ്തു. ഒരു നിവേദനത്തിൽ പറയുന്നു, ഇബ്നു മസ്ഊദ് നിവേദനം ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, രണ്ട് ആളുകളെക്കുറിച്ചല്ലാതെ മറ്റാരെപ്പറ്റിയും
അസൂയപ്പെടുന്നത് ശരിയല്ല. ഒന്ന്, ഒരാൾക്ക് അള്ളാഹു സമ്പത്ത് നൽകുകയും അയാളത് ദൈവിക മാർഗത്തിൽ ചെലവഴിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. രണ്ടാമത്തേത്, അള്ളാഹു ഒരാൾക്ക് ബുദ്ധിയും വിവേകവും വിജ്ഞാനവും നൽകുകയും അതിൻ്റെ സഹായത്താൽ ജനങ്ങൾക്കിടയിൽ തീർപ്പ് കൽപ്പിക്കുകയും ജനങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യുന്നു. ചുരുക്കത്തിൽ ഈ നിലവാരം സഹാബാക്കളിൽ ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിച്ചത്. അത് സ്ഥാപിക്കപ്പെട്ടു. ഒരു നിവേദനത്തിൽ പറയുന്നു, ഹദ്രത്ത് അബൂ മസ്ഊദ് അൻസാരി നിവേദനം ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സദഖ കൊടുക്കാൻ നിർദ്ദേശിച്ചപ്പോൾ ഞങ്ങളിൽ ചിലർ ചന്തയിൽ പോയി അവിടെ എന്തെങ്കിലും കഠിനമായ ജോലികൾ ചെയ്യുകയും അതിൽ നിന്ന് കിട്ടുന്ന ഒരു മുദ്ദ് ധാന്യം അഥവാ ഏതാനും കിലോ ധാന്യം, അതായത് ഞങ്ങൾക്ക് എന്തെന്നാണ് കിട്ടുന്നത്, അത് ഞങ്ങൾ കൊടുത്തിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ആഹ്വാനത്തിന് അത്യുദ്ധാനം ചെയ്ത് ഭാഗവാക്കാകാനാണ് ഞങ്ങൾ ശ്രമിച്ചത്. അതല്ലാതെ ആരിൽ നിന്നെങ്കിലും യാചിച്ച് വാങ്ങിക്കൊടുക്കാനല്ല, മറിച്ച് അധ്വാനിച്ച് അതിൽ ഭാഗവാക്കാകാനാണ് ആഗ്രഹിച്ചത്. നിവേദകൻ പറയുന്നു, അവരുടെ പക്കൽ ഇന്ന് ലക്ഷക്കണക്കിന് ദിർഹമുണ്ട്. അവരൊരു കാലത്ത് കൂലിപ്പണി ചെയ്ത് ചന്ത കൊടുത്തവരായിരുന്നു. ഇന്നവർ ലക്ഷാധിപതികളാണ്. ഇതാണ് ത്യാഗത്തിനുള്ള അള്ളാഹുവിൻ്റെ അനുഗ്രഹം. ഈ രഹസ്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോടും മനസ്സിലാക്കുന്നതിന് വേണ്ടി പറയുന്നത്. ഇതുതന്നെയാണ് വിശുദ്ധ ഖുർആനും നമ്മോട് ഉപദേശിക്കുന്നത്. നിങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുക, നിങ്ങളുടെ ഇഷ്ടപ്പെട്ട സമ്പത്ത് അവൻ്റെ മാർഗത്തിൽ നൽകുക. നിവേദനത്തിൽ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സാമ്പത്തികമായ ആഹ്വാനം ചെയ്തപ്പോൾ സഹാബാക്കൾ വീടുകളിൽ ഉള്ളതെല്ലാം കൊണ്ടുവന്നു. വിവിധ സാധനങ്ങൾ അവിടെ കുന്നുകൂടി. ജമാഅത്തിപരമായ ആവശ്യങ്ങൾക്ക് ധനം വേണം, സമ്പത്ത് അനിവാര്യമാകുന്നു, സാധനങ്ങൾ ആവശ്യമാണ്. എപ്പോഴും പ്രവാചകന്മാരുടെ സംഘങ്ങൾ ഈ കാര്യം മനസ്സിലാക്കിയിരുന്നു. തങ്ങളുടെ തലത്തിൽ കഴിവനുസരിച്ച് അവർ ത്യാഗങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. സാമ്പത്തിക ത്യാഗത്തിൻ്റെ അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഉപദേശിച്ചുകൊണ്ട് പറഞ്ഞു, അതായത് തൻ്റെ ഭാര്യ സഹോദരിയായ ഹദ്രത്ത് അസ്മയെ ഉപദേശിച്ചുകൊണ്ട് പറയുന്നു, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ എണ്ണി എണ്ണി ചെലവഴിക്കരുത്. അങ്ങനെയായാൽ അള്ളാഹു നിങ്ങൾക്ക് എണ്ണി എണ്ണി തരുന്നതാണ്. നിങ്ങളുടെ സമ്പത്തിൻ്റെ കിഴിയുടെ വായ മൂടിക്കെട്ടി വെച്ചുകൊണ്ട് പിശുക്ക് കാണിക്കരുത്. അങ്ങനെയായാൽ അതിൻ്റെ വായ മൂടിത്തന്നെ ഇരിക്കുന്നതാണ്. പറയുന്നു, നിങ്ങളുടെ കഴിവനുസരിച്ച് തുറന്ന നിലയിൽ ചെലവഴിക്കുക, അള്ളാഹു തന്നുകൊണ്ടേയിരിക്കുന്നതാണ്. മറ്റൊരു സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിൻ്റെ 2 മലക്കുകൾ എല്ലാ ദിവസവും ഇറങ്ങുന്നു. അതിലൊരാൾ ഇങ്ങനെ പറയുന്നു, അള്ളാഹുവെ, ചെലവഴിക്കുന്ന ഔദാര്യവാനുമേൽ നീ കൂടുതലായി നൽകുകയും അയാളുടെ കാലടികളിൽ ചലിക്കുന്നവരെ നീ സൃഷ്ടിക്കുകയും ചെയ്യണമേ. അപ്പോൾ അടുത്ത മലക്ക് പറയും, അള്ളാഹുവെ, പിശുക്ക് കാണിച്ച് തടഞ്ഞു വയ്ക്കുന്നവരുടെ സമ്പത്ത് നീ നശിപ്പിക്കണമേ. ഏതായിരുന്നാലും ഈ രഹസ്യം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവൻ്റെ പ്രാധാന്യം ഇന്ന് അഹമ്മദികൾക്ക് നല്ല പോലെ അറിയാം. ഒരുപാട് ഉദാഹരണങ്ങൾ അഹമ്മദിയ ചരിത്രത്തിൽ നിറഞ്ഞു കിടക്കുന്നു. എല്ലാ ദിവസവും അതിൽ വർധനവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഒരാൾ എഴുതുന്നു, എൻ്റെ പക്കൽ കുറച്ച് തുക മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് എനിക്ക് കച്ചവടം ചെയ്യേണ്ടിയിരുന്നു. അത്യാവശ്യമുള്ള സാധനങ്ങളും വാങ്ങേണ്ടിയിരുന്നു. വളരെ സന്നിഗ്ധ ഘട്ടമായിരുന്നു. അതുകൊണ്ട് കച്ചവടം തന്നെ നടക്കുമോ എന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. എൻ്റെ പിതാവ് എന്നോട് പറഞ്ഞു, നിന്റെ കയ്യിലുള്ള ഈ പൈസ മുഴുവനും നീ ചന്തയിൽ കൊടുക്കുക, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ത്യാഗം ചെയ്യുക. അങ്ങനെ ഞാൻ ചന്ത കൊടുത്തു. പിന്നെ അള്ളാഹു ഒരു സാഹചര്യമുണ്ടാക്കുകയും അങ്ങനെ എനിക്കൊരു ഓർഡർ കിട്ടുകയും ചെയ്തു. അത് മുഖേന എനിക്ക് ഒരുപാട് ഇരട്ടി തുകയാണ് ലഭ്യമായത്. പിന്നെ ഞാൻ കച്ചവടം ആരംഭിച്ചു. അതിലും അള്ളാഹു അനുഗ്രഹം ചൊരിയുകയും ധാരാളമായി സമ്പത്ത് വന്നു ചേരുകയും ചെയ്തു. അതായത് ഈ അനുഭവങ്ങൾ അള്ളാഹു ഈ കാലഘട്ടത്തിലും ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാമിനെ വിശ്വസിക്കുന്ന അദ്ദേഹത്തിൻ്റെ ദാസന്മാരുടെ ഈമാനെ ബലപ്പെടുത്തുന്നതിന് വേണ്ടി കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവിധ സന്ദർഭങ്ങളിൽ സാമ്പത്തിക ത്യാഗത്തിന് വളരെയേറെ ആഹ്വാനം നൽകിയിട്ടുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത് ഹദീസെ ഖുദ്സി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അതായത് അള്ളാഹു പറഞ്ഞതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിക്കുന്നു. അള്ളാഹു പറയുന്നു, അല്ലയോ ആദം മക്കളെ, നിങ്ങളുടെ ഖജനാവുകൾ എൻ്റെ പക്കൽ നൽകി നിങ്ങൾ സമാധാനത്തോടെ കഴിയുക. അതിൽ തീ പിടിക്കുമെന്ന് ആശങ്ക, അതല്ലെങ്കിൽ വെള്ളം കയറുമെന്ന അസ്വസ്ഥത, അതുമല്ലെങ്കിൽ കള്ളൻ കൊണ്ടുപോകുമെന്ന പേടിയും വേണ്ട. എൻ്റെ പക്കൽ വെച്ചിട്ടുള്ള സമ്പത്ത് നീ അതിൻ്റെ ഏറ്റവും ആവശ്യക്കാരനായി വരുമ്പോൾ
നിനക്ക് നൽകുന്നതാണ്. അതായത് മരണത്തിന് ശേഷമുള്ള ജീവിതം. അന്ന് മനുഷ്യന് യാതൊരു കാര്യവും അറിയുന്നതല്ല. അവനോട് എങ്ങനെയാണ് പെരുമാറുക എന്നും അറിയില്ല. അയാൾക്ക് തന്റെ നന്മയെ സംബന്ധിച്ച് പറയാൻ കഴിയുന്നതുമല്ല. അള്ളാഹു പറയുന്നു, നിങ്ങളുടെ ത്യാഗങ്ങൾക്ക് ഞാൻ പ്രതിഫലം നൽകുന്നതാണ്. അത് മുഖേന നിങ്ങളുടെ പാപപ്രവൃത്തിക്ക് സാഹചര്യം ഒരുക്കുന്നതാണ്. ഈ കച്ചവടമാണ് ഒരു വിശ്വാസി അള്ളാഹുവുമായി നടത്തുന്നത്. ഹദ്രത്ത് മസീഹ് അലി ഇസ്ലാം പറയുന്നു, പിശുക്കും വിശ്വാസവും ഒരു ഹൃദയത്തിൽ ഒരുമിച്ച് കൂടുകയില്ലെന്ന് ഞാൻ ഉറപ്പിച്ചു മനസ്സിലാക്കുന്നു. വിശ്വസിക്കുന്ന ഒരാൾ തൻ്റെ സമ്പത്ത് പെട്ടികളിൽ അടച്ചുവെച്ച സമ്പത്ത് മാത്രമാണെന്ന് മനസ്സിലാക്കുന്നില്ല. മറിച്ച് അള്ളാഹുവിൻ്റെ എല്ലാ ഖജനാവുകളെയും തൻ്റെ ഖജനാവുകളായി മനസ്സിലാക്കുന്നു. പ്രകാശം വരുമ്പോൾ അന്ധകാരമില്ലാതാകുന്നത് പോലെ ഇതു മുഖേന പിശുക്കയില്ലാതായിത്തീരുന്നു. വീണ്ടും പറയുന്നു, നമ്മുടെ സമൂഹം ഈ പ്രസ്ഥാനത്തിന് വേണ്ടി നല്ലപോലെ സേവനങ്ങൾ ചെയ്യേണ്ടതാണ്. സാമ്പത്തികമായും സേവനം ചെയ്യുന്നതിൽ അമാന്തം കാണിക്കരുത്. ലോകത്തൊരു പ്രസ്ഥാനവും ചന്ത കൂടാതെ നടക്കുന്നില്ല. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയും മൂസാ നബി അലൈഹി ഇസ്ലാമും ഈസാ നബി അലൈഹി ഇസ്ലാമും തുടങ്ങി എല്ലാ പ്രവാചകന്മാരുടെ കാലത്തും സമ്പത്ത് സ്വരുക്കൂട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ജമാഅത്തും ഈ കാര്യം മനസ്സിലാക്കേണ്ടതാണ്. ഇവർ കൃത്യമായി ഓരോരോ പൈസ വർഷം മുഴുവനും കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ സാധ്യമാകുന്നതാണ്. ഇത് സംബന്ധിച്ച് ഹദ്രത്ത് ഖലീഫത്തുൽ മസീഹ് അവ്വലിന്റെ മാതൃക എന്തായിരുന്നുവെന്നും എങ്ങനെയാണ് ഹദ്രത്ത് മസീഹ് അലി ഇസ്ലാമിന്റെ ദൗത്യം പൂർത്തീകരിക്കുന്നതിന് ത്യാഗം ചെയ്തതെന്നും നോക്കുക. ഹദ്രത്ത് മസീഹ് അലി ഇസ്ലാം ഹദ്രത്ത് ഖലീഫത്തുൽ മസീഹ് അവ്വൽ റളിയല്ലാഹുവിനെ കുറിച്ച് പറയുന്നു, ഞാൻ അനുമതി കൊടുക്കുകയാണെങ്കിൽ അദ്ദേഹം എല്ലാ സമ്പത്തും ഈ മാർഗത്തിൽ അർപ്പിച്ചുകൊണ്ട് തൻ്റെ ആത്മീയമായ സൗഹൃദം പോലെ തന്നെ ഭൗതികമായ ബന്ധവും എല്ലാ സമയത്തും എൻ്റെ സൗഹൃദത്തിൽ കഴിഞ്ഞുകൂടുന്നതിൻ്റെ കടപ്പാടും നിറവേറ്റുന്നതാണ്. തുടർന്ന് അദ്ദേഹം പറയുന്നു, ഞാൻ അദ്ദേഹത്തിന് ചില കത്തുകളുടെ വരികൾ ഉദാഹരണമായി കാണിക്കാം. അദ്ദേഹം, അതായത് ഖലീഫത്തുൽ മസീഹ് അവ്വൽ ഹദ്രത്ത് മസീഹ് അലി ഇസ്ലാമിന് എഴുതുന്നു, ഞാൻ അങ്ങയുടെ മാർഗത്തിൽ തണ്ടമാകുന്നു. എൻ്റേതായിട്ടുള്ളതൊന്നും എൻ്റേതായിട്ടല്ല. എൻ്റെ പീറും മുർഷിദുമായുള്ളവേ, ഞാൻ തികഞ്ഞ സത്യസന്ധതയോടുകൂടി പറയട്ടെ, എൻ്റെ എല്ലാ സമ്പത്തും പ്രചാരണത്തിന് വേണ്ടി ചെലവഴിക്കപ്പെടുകയാണെങ്കിൽ ഞാൻ എൻ്റെ ഉദ്ദേശത്തിൽ വിജയിച്ചിരിക്കുന്നു. ഇനി ബറായിനെ അഹമ്മദിയ പ്രസിദ്ധീകരണത്തിൽ പ്രയാസമുണ്ടെങ്കിൽ, അതായത് വാങ്ങുന്നവരുടെ എണ്ണത്തിൽ കുറവ് കാരണം പൈസ കിട്ടാത്തത് കാരണം പുസ്തകത്തിൽ എന്തെങ്കിലും തടസ്സമുണ്ടാവുകയാണെങ്കിൽ എനിക്ക് അനുമതി നൽകിയാൽ ഞാൻ അതിൻ്റെ മുഴുവൻ തുകയും നൽകിക്കൊണ്ട് അത് തിരിച്ചടയ്ക്കുന്നതാണ്. വരുന്ന വരുമാനവും തിരിച്ചു നൽകുന്നതാണ്. വളരെ വേദനയോടെ അദ്ദേഹം പറയുന്നു, അത് എൻ്റെ ഒരു സൗഭാഗ്യമായിരിക്കും. മാത്രമല്ല അദ്ദേഹം പറയുന്നു, എൻ്റെ ഉദ്ദേശം ബറാഹിനെ അഹമ്മദിയ പ്രസിദ്ധീകരിക്കുന്നതിനുള്ള മുഴുവൻ ചെലവും വഹിക്കാൻ എന്നെ അനുവദിച്ചാലും. ഇതായിരുന്നു ഹദ്രത്ത് ഖലീഫത്തുൽ മസീഹ് അവ്വലിന്റെ ത്യാഗത്തിന്റെ നിലവാരം. ഹദ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു അൻഹു വഖഫ് ജദീദിന്റെയും തരീഖ് ജദീദിന്റെയും വിളംബരം നടത്തിയപ്പോൾ ഒരുപാട് ആളുകൾ, ദരിദ്രരായ ജനങ്ങൾ ചെറിയ ചെറിയ സംഖ്യകൾ ചന്തകൾ നൽകാൻ തുടങ്ങി. ചിലർ കോഴിയെ കൊണ്ടുവന്നു, ചിലർ കോഴിമുട്ടയുമായാണ് വന്നത്. എന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ കയ്യിലുള്ളതെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. അക്കാലഘട്ടത്തിലും ഹദ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാനി ദരിദ്രരായ ആളുകളുടെ ഉദാഹരണങ്ങൾ പറയുന്നതോടൊപ്പം ചില മഹാത്മാക്കളുടെ മാതൃകയും വിവരിച്ചിരുന്നു. ഇതിൽ അദ്ദേഹം ഹദ്രത്ത് ഡോക്ടർ ഖലീഫ റഷീദുദ്ദീൻ സാഹിബിന്റെ ഒരു ഉദാഹരണം സമർപ്പിക്കുന്നുണ്ട്. ഇദ്ദേഹം ഖലീഫത്തുൽ മസീഹ് സാനിയുടെ ആദ്യത്തെ ഭാര്യ, അതായത് ഹദ്രത്ത് ഉമ്മേ നാസറിന്റെ മാതാവായിരുന്നു. ഹദ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാലിസിന്റെ മാതാമഹനുമായിരുന്നു. ഹദ്രത്ത് മുസ്ലിം മൗദ് എഴുതുന്നു, അദ്ദേഹം, അതായത് ഡോക്ടർ ഖലീഫ റഷീദുദ്ദീൻ സാഹിബ് തൻ്റെ ഒരു സുഹൃത്തിൽ നിന്നാണ് ഹദ്രത്ത് മസീഹ് അലി ഇസ്ലാമിന്റെ വാദങ്ങൾ കേട്ടത്. അത് കേട്ടപ്പോൾ പറഞ്ഞു, ഇത്രയും വലിയൊരു വാദം നടത്തിയ വ്യക്തി വ്യാജനാകാൻ തരമില്ല. ആയതിനാൽ എനിക്ക് എന്തെങ്കിലും തെളിവുകളുടെ ആവശ്യമില്ല. ഈ വാദം തന്നെ വളരെ വലുതാണ്. എനിക്ക് വേറെ ഒരു വാദവും കേൾക്കേണ്ട കാര്യമില്ല. ഞാൻ വിശ്വസിക്കുന്നു. അദ്ദേഹം വളരെ വേഗം ബയ്യത്ത് ചെയ്തു. ഹദ്രത്ത് മസീഹ് അലി ഇസ്ലാം തൻ്റെ 12 ഹവാരികളുടെ കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ പേരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സാമ്പത്തിക ത്യാഗം ഒരുപാട് ഉയർന്നതായിരുന്നു. ഹദ്രത്ത് മസീഹ് അലി ഇസ്ലാം അദ്ദേഹത്തിന് ഇങ്ങനെ എഴുതി, നിങ്ങളുടെ സാമ്പത്തിക ത്യാഗം ഒരുപാടായിരിക്കുന്നു, ഇനി ത്യാഗം ചെയ്യേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് ഒരു ലിഖിത സർട്ടിഫിക്കറ്റ് തന്നെ നൽകുകയുണ്ടായി. അദ്ദേഹമാകട്ടെ ത്യാഗം ചെയ്തുകൊണ്ടേയിരുന്നു. ഹദ്രത്ത് മസീഹ് അലി ഇസ്ലാം പക്ഷേ ഇങ്ങനെയാണ് അദ്ദേഹത്തോടുള്ള സന്തോഷം പ്രകടിപ്പിച്ചത്.
ഹദ്രത്ത് മുസ്ലിമോദ് റളിയല്ലാഹു അൻഹു എഴുതുന്നു, എനിക്ക് ഓർമ്മയുണ്ട്, ഹദ്രത്ത് മസീമദ് അലി ഇസ്ലാമിൻ്റെ ഒരു കേസ് ഗുരുദാസ്പൂരിലുണ്ടായിരുന്നു. അതിൽ അദ്ദേഹത്തിന് പൈസയുടെ ആവശ്യം നേരിട്ടു. അദ്ദേഹം സുഹൃത്തുക്കൾക്ക് ആവശ്യങ്ങൾ എഴുതി അറിയിച്ചു. ചെലവുകൾ വർദ്ധിക്കുകയാണ്. 2 സ്ഥലത്ത് ലങ്കർഖാനകൾ ഉണ്ടായിരുന്നു, ഒന്ന് കാദിയാനും മറ്റൊന്ന് ഗുരുദാസ്പൂരിലും. ഹദ്രത്ത് മസീമദ് അലി ഇസ്ലാം ഗുരുദാസ്പൂരിലായതുകൊണ്ട് അവിടെയും ആളുകൾ കാണാൻ വന്നിരുന്നു. അവർക്ക് ഭക്ഷണം നൽകിയിരുന്നു. പറയുന്നു, കേസിനുള്ള ചെലവുകൾക്ക് പുറമെ വേറെയും ചെലവുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് സുഹൃത്തുക്കൾ സംഭാവനയിലേക്ക് ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് ചെലവുകൾക്ക് വേണ്ടി ചന്ത കൊടുക്കേണ്ടതാണ്. ഹദ്രത്ത് മസീമദ് അലി ഇസ്ലാമിൻ്റെ ആഹ്വാനം ഡോക്ടർ സാഹിബിൻ്റെ പക്കലെത്തിയപ്പോൾ യാദൃച്ഛികമെന്ന് പറയട്ടെ, അന്നേ ദിവസം ശമ്പളവും വന്നിട്ടുണ്ടായിരുന്നു. അത് ഏറെക്കുറെ 40-50 രൂപയായിരുന്നു. അത് അക്കാലഘട്ടത്തിൽ വലിയൊരു സംഖ്യയുമായിരുന്നു. ശമ്പളത്തിൻ്റെ മുഴുവൻ തുകയും ആ സമയത്ത് തന്നെ അദ്ദേഹം അയച്ചു കൊടുത്തു. ഒരാൾ ഡോക്ടർ സാഹിബിനോട് ചോദിച്ചു, താങ്കൾ വീട്ടുചെലവിനും കുറച്ചൊക്കെ ബാക്കിയാക്കിയാലും. അപ്പോൾ ഡോക്ടർ സാഹിബ് പറഞ്ഞു, ദൈവത്തിൻ്റെ മസീഹ് ദീനീ ആവശ്യങ്ങൾക്ക് പൈസ വേണമെന്ന് പറയുമ്പോൾ എനിക്ക് അതെങ്ങനെ മാറ്റിവെക്കാൻ കഴിയും? ചുരുക്കത്തിൽ ഡോക്ടർ സാഹിബ് ദീനീ ത്യാഗങ്ങൾക്ക് വേണ്ടി ഒരുപാട് മുൻപന്തിയിലായിരുന്നു. ഹദ്രത്ത് മസീമദ് അലി ഇസ്ലാം അദ്ദേഹത്തെ ഇക്കാര്യത്തിൽ തടയണമെന്ന് പോലും ചിന്തിച്ചുപോയി. മാത്രമല്ല അദ്ദേഹത്തോട് ഇനി താങ്കൾ കുർബാനി ചെയ്യേണ്ട ആവശ്യമില്ല എന്നും പറഞ്ഞു. ചുരുക്കത്തിൽ ഇതാണ് കഴിഞ്ഞകാല സഹാബാക്കൾ സ്ഥാപിച്ച മാതൃക. അതാണ് ഹദ്രത്ത് മസീമദ് അലി ഇസ്ലാമിൻ്റെ സഹാബാക്കൾ സ്ഥാപിച്ച മാതൃകയും. പിന്നെ ഖിലാഫത്ത് കാലഘട്ടത്തിലും ഈ മാതൃക കാണാൻ കഴിയുന്നു. ഞാൻ ഹദ്രത്ത് മസീമദ് അലി ഇസ്ലാമിൻ്റെ കാലത്തുള്ള 2 സംഭവങ്ങൾ വിവരിക്കാം. ഹദ്രത്ത് സൂഫി നബി ബക്ഷ് സാഹിബ് മുഹാജിർ ഖാദിയാൻ പറയുന്നു, ഒരിക്കൽ ഞാൻ ജൽസ സാലാനിയിൽ പങ്കെടുക്കാൻ വന്നപ്പോൾ ഹദ്രത്ത് മസീമദ് അലി ഇസ്ലാമിൻ്റെ സവിധത്തിൽ ഹാജരായി ഒറ്റയ്ക്ക് ആ മഹാത്മാവിനോട് ചില കാര്യങ്ങൾ പറയണമെന്ന് ആഗ്രഹിച്ചു. ഹദ്രത്ത് മസീദ് ഇസ്ലാം പറഞ്ഞു, അകത്തേക്ക് വരൂ. പറയുന്നു, യാദൃച്ഛികമെന്ന് പറയട്ടെ, വാതിൽ തുറന്നു കിടക്കുകയായിരുന്നു. അതിലൂടെ ഞാൻ അകത്തേക്ക് കയറി. അത് തുറന്നു തന്നെയിരുന്നു. എൻ്റെ കൂടെ വേറെയും ചില ആളുകൾ അകത്തേക്ക് വന്നു. ഞാൻ പറഞ്ഞു, എൻ്റെ പിതാവ് പറയുന്നു, ഞാൻ മകന് നല്ല ഉയർന്ന വിദ്യാഭ്യാസം നൽകി ജോലിയായി കഴിഞ്ഞപ്പോൾ ഞങ്ങളെ സേവിക്കുന്നില്ല. പിതാവ് പരാതിപ്പെടുന്നത് ഞാൻ ഇത്രയും പഠിപ്പിച്ചെങ്കിലും മകൻ ഞങ്ങളുടെ സേവനം ചെയ്യുന്നില്ല എന്നായിരുന്നു. സാമ്പത്തിക സഹായം ചെയ്യേണ്ടതാണ്, പക്ഷേ ചെയ്യുന്നില്ല. പറയുന്നു, ഞാൻ ഹദ്രത്ത് മസീഹ് ഇസ്ലാമിനോട് പറഞ്ഞു, പിതാവ് ഉന്നത വിദ്യാഭ്യാസം നൽകിയെന്നും പക്ഷേ സേവനം ചെയ്യുന്നില്ലെന്നും പറയുന്നു. ഭാര്യ പറയുന്നു, നല്ല അഹമ്മദിയാണ്. എൻ്റെ കയ്യിൽ ആഭരണമുണ്ടായിരുന്നു, അതും വിറ്റിരിക്കുന്നു. എല്ലാ വസ്തുക്കളും എടുത്ത് ചന്തയിൽ കൊടുക്കുകയാണ്. ഒരുപക്ഷെ വീട്ടുകാര്യങ്ങൾ നടത്തുന്നതിന് ആഭരണങ്ങൾ വിൽക്കേണ്ടി വന്നാൽ, അതല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ ആഭരണങ്ങൾ വിൽക്കേണ്ടി വരും. പറയുന്നു, പിതാവിനും പരാതിയാണ്, ഭാര്യയ്ക്കും പരാതിയാണ്. തുടർന്ന് ഹദ്രത്ത് മസീമദ് അലി ഇസ്ലാമിൻ്റെ സവിധത്തിൽ പറഞ്ഞു, ഞാൻ കാണുന്നത് ഇപ്പോൾ ഞാൻ ഖാദിയാനിൽ വന്നിരിക്കുന്നു. ഇവിടെയുള്ള കാഴ്ചകൾ ജമാഅത്തിന് സേവനത്തിനു വേണ്ടി അങ്ങയുടെ ശിഷ്യന്മാർ ആയിരക്കണക്കിന് രൂപ ചെലവഴിക്കാൻ സന്നദ്ധരായിട്ടുള്ളതാണ്. അങ്ങ് ദുആ ചെയ്താലും അള്ളാഹു എനിക്ക് ഇരട്ടിയോ 3 ഇരട്ടിയോ ശമ്പളം നൽകുകയാണെങ്കിൽ ഞാനും അങ്ങയുടെ സേവനം ചെയ്തുകൊണ്ടേയിരിക്കുന്നതാണ്. ഈ പരാതികളെ പരാമർശിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നു, ജനങ്ങളുടെ മാതൃകകൾ കാണാൻ കഴിയുന്നു. അപ്പോൾ എൻ്റെ ഹൃദയത്തിലുണ്ടാകുന്ന ആഗ്രഹം ഞാൻ അതിനേക്കാൾ ഉപരിയായി നൽകണമെന്നാണ്. പിന്നെ അള്ളാഹു അതിനുള്ള സാഹചര്യം ഒരുക്കുകയും ചെയ്തു. അവർക്ക് മറ്റ് രാഷ്ട്രങ്ങളിൽ ജോലി ലഭിക്കുകയും ശമ്പളം വർദ്ധിക്കുകയും അവർ സാമ്പത്തിക സഹായങ്ങൾ നൽകുകയും കുടുംബക്കാരെ സഹായിക്കുകയും ചെയ്യുന്നു. ഹദ്രത്ത് മസീമദ് ഇസ്ലാമിൻ്റെ പരിശുദ്ധ ശക്തിയുടെ ഫലമായി ഈ കാലഘട്ടത്തിലും, അതായത് അന്നും ഭൗതികതയുടെ കാലഘട്ടമായിരുന്നു, ഭൗതികമായ കാര്യങ്ങൾ ആധിപത്യം പുലർത്തിയിരുന്നു. എന്നിട്ടും അവർ ത്യാഗങ്ങൾ ചെയ്തുകൊണ്ടേയിരുന്നു. ഇന്നും ഈ മാതൃകകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോഴാകട്ടെ ഭൗതികതയുടെ കാലഘട്ടം വളരെയേറെ ആധിപത്യം പുലർത്തിയിരിക്കുന്നു. എന്നിട്ടും ദൈവമാർഗത്തിൽ ചെലവഴിക്കുന്നു. ചില ദരിദ്രരായ ആളുകളുണ്ട്. അവരെങ്ങനെയാണ് ഇന്നും ത്യാഗങ്ങൾ ചെയ്യുന്നതെന്ന് നമുക്ക് കാണാം. ആഫ്രിക്കയിലെ ചില ആളുകൾ തങ്ങളുടെ സംഭവങ്ങൾ അയച്ചു തന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ ആദ്യം ഹദ്രത്ത് മസീമദ് അലി ഇസ്ലാമിൻ്റെ കാലഘട്ടത്തിലുള്ള പാവപ്പെട്ട ആളുകളുടെ ഉദാഹരണങ്ങൾ സമർപ്പിക്കാം. ഹദ്രത്ത് ഖാദി ഖമറുദ്ദീൻ സാഹിബ് റളിയല്ലാഹു അൻഹു സായിൻ ദീവാൻ ഷായെക്കുറിച്ച് ഒരു സംഭവം വിവരിക്കുന്നു. ഞാൻ സായിൻ സാഹിബിനോട്, താങ്കൾക്ക് ഖാദിയാനിൽ പോകുന്നതിന് പ്രത്യേകിച്ച് വല്ല കാരണവുമുണ്ടോ
എന്ന് ഇടയ്ക്കിടെ അന്വേഷിച്ചിരുന്നു. അദ്ദേഹം ഒരുപാട് തവണ കാദിയാനിൽ പോയിരുന്നു. സായിൻ സാഹിബ് അദ്ദേഹത്തിൻ്റെ, അതായത് കാസി സാഹിബിൻ്റെ ഗ്രാമത്തിലൂടെയാണ് കാദിയാനിലേക്ക് പോയിരുന്നത്. പോകുന്ന വഴിയിൽ അവിടെ തങ്ങിയിരുന്നു. പറയുന്നു, സൈൻ ദീവാൻ ഷാ നാരോവാൾ സ്വദേശിയായിരുന്നു. നടന്നാണ് കാദിയാനിലേക്ക് പോയിരുന്നത്. നാരോവാൾ മുതൽ കാദിയാൻ വരെയും ഒരുപാട് മൈൽ ദൂരം അദ്ദേഹത്തിന് പോകേണ്ടി വന്നിരുന്നു. ഇനി ഇടവഴിയിലൂടെ ഷോർട്ട് കട്ട് പോവുകയാണെങ്കിലും ഏകദേശം 100 മൈൽ കാൽനടയായി താണ്ടണമായിരുന്നു. അദ്ദേഹം സൈൻ സാഹിബിനോട് പറഞ്ഞു, കാദിയാനിൽ പ്രത്യേകം ഉദ്ദേശത്തോടെയാണോ പോകുന്നത്, അതല്ല ഹദ്റത്ത് മസീഹ് അലി ഇസ്ലാമിന് മുലാഖത്ത് ചെയ്യാനുള്ള ആഗ്രഹം കൊണ്ട് മാത്രമാണോ പോകുന്നത്? സൈൻ സാഹിബ് പറയുന്നു, ഞാൻ ദരിദ്രനായ വ്യക്തിയാണ്. ഒന്ന്, ഹദ്റത്ത് മസീഹ് ഇസ്ലാമിനെ കാണാനുള്ള ഉത്കടമായ ആഗ്രഹമുണ്ട്. 2, ഞാൻ പാവപ്പെട്ട വ്യക്തിയാണ്. ധനികരായ ആളുകൾ നൽകുന്നത് പോലെ 100ഉം 1000ങ്ങളും ഒന്നും ചന്തയായി കൊടുക്കാൻ കഴിവില്ല. ഞാൻ ലങ്കർഖാനയിൽ പോയി കയർ കൊണ്ടുള്ള കട്ടിൽ മടഞ്ഞു കൊടുക്കും. എൻ്റെ ശിരസിൽ നിന്നും ചന്ത ഒഴിയുകയും ചെയ്യും. അതായത് കട്ടിലുകൾ സൗജന്യമായി മടഞ്ഞു കൊടുക്കും. അങ്ങനെ ചന്തയുടെ ഭാരം കുറയുകയും ചെയ്യും. ചന്ത കൊടുക്കുന്ന ഒരു ചിന്ത കൊണ്ടുള്ള ഭാരം ഒഴിവാകുന്നതുമാണ്. കട്ടിലുകൾ മടഞ്ഞ് കൊടുക്കുന്ന ജോലി കാരണം എനിക്ക് സംതൃപ്തി കിട്ടുന്നു. കട്ടിലുകൾ മടഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ കൂലിപ്പണി കൊണ്ട് എനിക്ക് സംതൃപ്തി കിട്ടുന്നു. അത് തന്നെയാണ് എൻ്റെ ചന്തയും. ഈ ആത്മാവാണ് അക്കാലഘട്ടത്തിലെ ദരിദ്രരായ ആളുകളിലും ഉണ്ടായിരുന്നത്. ഈ കാലഘട്ടത്തിലും അള്ളാഹു എങ്ങനെയാണ് ഈ ആത്മാവ് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് നോക്കുക. വിദൂര രാജ്യങ്ങളിലെ ആളുകൾക്ക് ഏതാനും വർഷം മുമ്പാണ് അഹമ്മദിയത്തിനെ പറ്റി അറിയാൻ കഴിഞ്ഞത്. അവർ ഇസ്ലാം സ്വീകരിച്ചുകൊണ്ട് അഹമ്മദിയത്തിൽ പ്രവേശിച്ചു. അവരുടെ ധനത്യാഗത്തിൻ്റെ താല്പര്യത്തിലുള്ള അത്ഭുതാവഹമായ കാഴ്ചകളും കാണാൻ കഴിയുന്നു. 1400 വർഷം മുമ്പുള്ള ആവേശം അവരിൽ കാണുന്നു. ഹദ്റത്ത് മസീഹ് അലി ഇസ്ലാം തൻ്റെ കാലഘട്ടത്തിൽ വിവരിച്ച മഹാത്മാക്കൾ കാണുന്ന ആവേശം അവരിൽ കാണപ്പെടുന്നു. പ്രസ്തുത ആത്മാവാണ് ഇസ്ലാമിനെ സ്വീകരിച്ച ശേഷം വിശ്വാസത്തിൻ്റെ പുതുമുഖേന സംജാതമായിട്ടുള്ളത്. മാർഷൽ ഐലൻഡിലെ മുബല്ലിഗ് എഴുതുന്നു, ഇവിടെയുള്ള നിസ്സാർത്ഥയായ അഹമ്മദി ലാദ്രി ആർസുക്ക് സാഹിബ ജമാഅത്തിന് ലംഘനം നടത്തുന്നതിന് വളരെയേറെ അത്യുദ്ധാനം ചെയ്യുന്നുണ്ട്. ഇവിടെ എല്ലാ ദിവസവും 2 നേരം ഭക്ഷണം തയ്യാറാക്കുന്നു. ഇവർ വന്ന് സേവനം എന്ന നിലയ്ക്ക് ഭക്ഷണം പാകം ചെയ്യുന്നു. പക്ഷെ അവർക്ക് ശമ്പളം കിട്ടുമ്പോൾ ഉടൻ തന്നെ തൻ്റെയും 5 പേരമക്കളുടെയും ധനത്യാഗം സമർപ്പിക്കുന്നു. ജമാഅത്തിൽ ഏറ്റവും അധികം വഖഫ് ചെയ്ത് ചന്ത കൊടുക്കുന്നത് ഇവരാണ്. മുറബി സാഹിബ് പറയുന്നു, ഇവരുടെ വീടുകൾ കാണുമ്പോൾ വളരെ ദരിദ്രമായ അവസ്ഥയിലാണ്. ഹദ്റത്ത് മസീഹ് അലി ഇസ്ലാമിൻ്റെ പരിശുദ്ധ വാക്കുകൾ ഓർമ്മ വരുന്നു. മുത്തക്കിയായ വ്യക്തി ഒരു കൂരയിൽ പോലും സന്തോഷവാനായിരിക്കും. അത് ഭൗതികനായ ഒരാൾക്ക് ഉന്നതമായ കോട്ടകൊത്തളങ്ങളിൽ പോലും ലഭ്യമാകുന്നതല്ല. അതുപോലെ ഇവിടെയുള്ള മറ്റൊരു മഹിള ലോറിൻ സാഹിബയും മാർഷൽ ഐലൻഡിലെ ജമാഅത്തിൻ്റെ ലങ്കറിൽ ജോലി ചെയ്യുന്നു. പറയുന്നു, ഞാൻ വഖഫ് ചെയ്ത ചന്തയെക്കുറിച്ച് ഓർമ്മപ്പെടുത്തി. വർഷം തീരുകയാണ്. നമ്മുടെ ചന്ത കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കുറവാണ്. അതിനുശേഷം പറയുന്നു, ജുമാക്ക് ശേഷം ലോറിൻ സാഹിബ ഓഫീസിൽ വന്നു തൻ്റെ വഖഫ് ചന്ത നൽകി. നമുക്ക് കഴിഞ്ഞ വർഷത്തെ ലക്ഷ്യം പൂർത്തീകരിക്കാനോ അല്ലെങ്കിൽ കൂടുതൽ കൊടുക്കാനോ കഴിയുന്നതാണ്. കസാക്കിസ്ഥാനിലെ മുബല്ലിഗ് പറയുന്നു, ഇയാൻ ഇബ്രാഹിം സാഹിബ് ചന്തയെ സംബന്ധിച്ച് പറയുന്നു, ഞാൻ ജീവിതത്തിൽ ഒരു സമയം കണ്ടിട്ടുണ്ട്. ഇബ്രാഹിം ഇയാൻ സാഹിബ് പറയുന്നു, എൻ്റെ പക്കൽ റൊട്ടി വാങ്ങാൻ പോലും പൈസ ഉണ്ടായിരുന്നില്ല. എനിക്ക് ഭക്ഷണ സാധനങ്ങൾ കടമായി വാങ്ങേണ്ടി വന്നിരുന്നു. എൻ്റെ ഭാര്യ എങ്ങനെയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക എന്ന കാര്യത്തിൽ വളരെ അസ്വസ്ഥയുമായിരുന്നു. പക്ഷേ ആ അവസ്ഥയിലും പറയുന്നു, ഞാൻ ചന്ത കൊടുക്കാൻ തുടങ്ങി. ഇപ്പോഴും എൻ്റെ രീതി അനുസരിച്ച് എൻ്റെ പക്കൽ പൈസ വരുമ്പോൾ ഏറ്റവും ആദ്യം ചന്ത കൊടുക്കുന്നു. പക്ഷേ അള്ളാഹുവിൻ്റെ അത്ഭുതപ്പെടുത്തുന്ന സൽപ്പെരുമാറ്റം എന്നോടൊപ്പമുണ്ട്. ഞാൻ ചന്ത കൊടുക്കുമ്പോൾ അള്ളാഹു എനിക്ക് നല്ല സാമ്പത്തിക സാഹചര്യങ്ങൾ ഒരുക്കി നൽകുന്നു. എൻ്റെ ഭാര്യ ചില സമയത്ത് ചോദിക്കാറുണ്ട്, ഈ പൈസ എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ അവളോട് പറയുന്നു, ഇതെല്ലാം ചന്തയുടെ അനുഗ്രഹങ്ങളാകുന്നു. അള്ളാഹു ആരുടെയും കടം ബാക്കിയാക്കുന്നതല്ല. അള്ളാഹു പറയുന്നു, നിങ്ങൾ സമ്പത്ത് എൻ്റെ അഭീഷ്ടം ലാക്കാക്കി ചെലവഴിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു നൽകുന്നതാണ്. അള്ളാഹു അവൻ്റെ വാഗ്ദാനം പൂർത്തിയാക്കുന്നു. കാമറൂണിലെ പട്ടണമായ മർവയുടെ അടുത്ത് ഒരു ജമാഅത്തുണ്ട്. അവിടെയുള്ള മുഹമ്മദ് യൂസൻ സാഹിബ് പറയുന്നു, ഞാൻ വളരെ ദരിദ്രനായ വ്യക്തിയായിരുന്നു.
ആളുകളുടെ ഫാമുകളിലാണ് ജോലി ചെയ്തിരുന്നത്. പക്ഷേ അഹമ്മദിയായതിനു ശേഷം ചന്ത കൊടുത്തു തുടങ്ങി. ചന്തയുടെ അനുഗ്രഹം മൂലം അള്ളാഹു എൻ്റെ ചന്ത സ്വീകരിക്കുക മാത്രമല്ല ചെയ്തത്, മറിച്ച് എനിക്ക് സ്വന്തമായി ഫാമും നൽകിയിരിക്കുന്നു. അത് ഞാൻ നൽകിയത് സ്വീകരിച്ചിരിക്കുന്നു എന്ന സമാധാനം എനിക്ക് നൽകുന്നു. എന്തെന്നാൽ അള്ളാഹു എന്നെ ഒരുപാട് അനുഗ്രഹിച്ചിരിക്കുന്നു, എന്നെ ഫാമിൻ്റെ ഉടമസ്ഥനാക്കിയിരിക്കുന്നു. ഞാൻ കൂലിപ്പണി ചെയ്തിരുന്ന കാലം എവിടെ? ഇപ്പോൾ ഞാൻ ഫാമിൻ്റെ ഉടമസ്ഥനായ കാലം എവിടെ കിടക്കുന്നു? നൈജീരിയയിൽ ഒരു സാധു ജമാഅത്തുണ്ട്. ഇവിടെയുള്ള മുബല്ലിഗ് എഴുതുന്നു, ഒരു അഹമ്മദി ലാവലി സാഹിബ് പറയുന്നു, ഞാൻ ടൈഗർ നട്ട് കൃഷി ചെയ്തിരുന്നു. 10 ചന്ത കൊടുക്കാമെന്ന് പറഞ്ഞിട്ടൊന്നുമില്ലെങ്കിലും പക്ഷേ മനസ്സിൽ ആഗ്രഹമുണ്ടായിരുന്നു. സാഹചര്യങ്ങൾ നന്നാവുകയും കൃഷി ഇറക്കിയ ശേഷം നല്ലപോലെ മഴ കിട്ടുകയും ചെയ്തു. കൃഷി നശിക്കുമോ എന്ന് ആശങ്കയുണ്ടായിരുന്നു. കാരണം അത്രമാത്രം വെള്ളത്തിൻ്റെ ആവശ്യമില്ലായിരുന്നു. ആളുകളുടെ എല്ലാം കൃഷി നശിച്ചിരുന്നു, അല്ലെങ്കിൽ വിളവ് വളരെ കുറഞ്ഞുപോയി. പക്ഷെ അള്ളാഹു എൻ്റെ കൃഷിയിൽ ഒരുപാട് അനുഗ്രഹം നൽകി. പല ആളുകൾക്കും എനിക്കുള്ളതിനേക്കാളും കൂടുതൽ ഭൂമിയിൽ നിന്ന് 5-6 ചാക്ക് അധികം കിട്ടിയിരുന്നു. അവിടെ എനിക്ക് 10 ചാക്ക് ലഭിച്ചു. 11 ചാക്കുകളാണ് എനിക്ക് കൃഷിയിടത്ത് നിന്ന് കിട്ടിയത്. അത്തരം അവസ്ഥയിൽ കൃഷി നശിക്കുമ്പോൾ വിലയും കൂടുന്നു. മാർക്കറ്റിൽ ആളുകൾക്ക് നല്ലപോലെ പൈസ സമ്പാദിക്കാൻ കഴിയും. പക്ഷേ അദ്ദേഹം പൈസയുടെ ആർത്തി കാണിച്ചില്ല. അദ്ദേഹം മനസ്സിൽ അള്ളാഹുവുമായി വാഗ്ദാനം ചെയ്തിരുന്നു. ആരോടും പറഞ്ഞിട്ടൊന്നുമില്ല. മനസ്സിൽ അള്ളാഹുവിനോട് വാഗ്ദാനം ചെയ്തതാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ത്യാഗം ചെയ്യാൻ സന്നദ്ധനായി. തൻ്റെ വാഗ്ദാനമനുസരിച്ച് 11ാമത്തെ ചാക്ക് ജമാഅത്തിന് ചന്തയായി കൊടുത്തു. സമ്പത്തിനോടുള്ള സ്നേഹം അദ്ദേഹത്തെ അതിജയിച്ചില്ല. ചുരുക്കത്തിൽ ഇങ്ങനെ ത്യാഗം ചെയ്യുന്ന ആളുകൾ ഇന്നും ജമാഅത്തിൽ കാണപ്പെടുന്നു. എല്ലാ രാജ്യത്തും കാണപ്പെടുന്നുണ്ട്. ഗാംബിയയിലെ ബോറോ ബാവൽ എന്ന ജമാഅത്തിലെ സദർ സാഹിബ് പറയുന്നു, അദ്ദേഹത്തിന് എവിടെയൊന്നോ കുറച്ച് തുക കിട്ടി. അത് അദ്ദേഹം 2ആയി പകുത്തു. ഒരു ഭാഗം ചന്തയ്ക്ക് വേണ്ടി മാറ്റിവെച്ചു, മറുഭാഗം തൻ്റെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയും. പറയുന്നു, ദൗർഭാഗ്യവശാൽ സ്വന്തം ആവശ്യത്തിന് വേണ്ടി മാറ്റിവെച്ച തുക എവിടെയോ നഷ്ടപ്പെട്ടു. ഇനി അദ്ദേഹത്തിൻ്റെ വക്കൽ ചന്തയ്ക്ക് മാറ്റിവെച്ച തുക മാത്രമേ ബാക്കിയുള്ളൂ. പക്ഷേ എന്നിട്ടും ആവശ്യങ്ങൾ ഉണ്ടായിരുന്നിട്ടും അദ്ദേഹം ചന്തയുടെ തുക വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചില്ല. അദ്ദേഹത്തിന് മേൽ സമ്പത്തിൻ്റെ സ്നേഹം അതിജയിച്ചില്ല. അദ്ദേഹം പൈസ നഷ്ടപ്പെട്ടതാണ്, അതുകൊണ്ട് അതിൽ നിന്ന് പകുതി എടുത്ത് ചെലവാക്കാമെന്ന് ഒരു ഒഴികഴിവും പറഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞു, ഇല്ല, ഈ തുക ചന്തയ്ക്ക് വേണ്ടി മാറ്റിവെച്ചതാണ്, അത് ചന്തയിൽ തന്നെ കൊടുക്കുന്നതുമാണ്. പറയുന്നു, അത് ഞാൻ ചന്തയിൽ കൊടുക്കുകയും ചെയ്തു. പക്ഷെ അള്ളാഹു ചെയ്തത് നോക്കുക, കുറച്ചു കാലത്തിന് ശേഷം നഷ്ടപ്പെട്ട തുക തിരിച്ചു കിട്ടി. അദ്ദേഹത്തിൻ്റെ ആവശ്യങ്ങൾ പൂർത്തിയായി. ഇത്തരം ഘട്ടങ്ങളിൽ ആവശ്യങ്ങൾ ഉണ്ടാകുമ്പോൾ സമ്പത്തിനോടുള്ള സ്നേഹം തീർച്ചയായും ഉയർന്നു വരുന്നു. പക്ഷേ ആളുകളുടെ ആശ്ചര്യാവഹമായ ആത്മാർത്ഥതയാണിത്. അള്ളാഹുവിനോട് വാഗ്ദാനം ചെയ്തിരിക്കുന്നു, അതിനെ തീർച്ചയായും പൂർത്തിയാക്കേണ്ടതാണ്. മറ്റൊരു സംഭവമുണ്ട്. അവിടെ സമ്പത്തിൻ്റെ ആവശ്യം സമ്പത്തിനോടുള്ള സ്നേഹം ത്യാഗത്തിന് മേൽ അതിജയിക്കാൻ സമ്മതിക്കുന്നില്ല എന്നതാണ്. നൈജീരിയയിലെ മറാവി റീജിയനിലുള്ള ഒരു ജമാഅത്തിൽ അഹമ്മദ് സാനി സാഹിബ് എല്ലാ വർഷവും വളരെ കൃത്യമായി വഖഫ് ചെയ്ത് ചന്ത കൊടുത്തിരുന്നു. ഈ വർഷം റീജിയണിൽ വെള്ളപ്പൊക്കമുണ്ടായപ്പോൾ കൃഷിയെല്ലാം നശിച്ചു. ആളുകൾക്ക് കൂടുതൽ ചന്ത കൊടുക്കാൻ കഴിയില്ലെന്ന് തോന്നിയിരുന്നു. ഒരുപാട് മഴയും വെള്ളപ്പൊക്കവും കാരണം കൃഷി നശിച്ചിട്ടുണ്ടായിരുന്നു. വെള്ളപ്പൊക്കം കാരണം നല്ലപോലെ വിളവെടുപ്പും കിട്ടിയില്ല. പക്ഷെ ആ കാരണം കൊണ്ട് ചന്തയിൽ കുറവ് വരുത്തുന്നതല്ല, എത്രയാണോ മുമ്പ് എഴുതിയിരുന്നത് അതിനേക്കാളും അദ്ദേഹം നൽകുകയുണ്ടായി. ഇനി ആവശ്യങ്ങൾ ഉണ്ടായിട്ടും ത്യാഗത്തിന് മുൻഗണന നൽകിയ മറ്റൊരു കഥയുണ്ട്. നൈജീരിയയിലെ ഡബ്സുവിൽ ജമാഅത്തുണ്ട്. അവിടെ മഴ കുറവായിരുന്നു, അതുകൊണ്ട് കൃഷിയെ കാര്യമായത് ബാധിച്ചു. ചില സ്ഥലങ്ങളിൽ മഴ കൂടുതലായി കിട്ടിയിരുന്നു, ചില സ്ഥലങ്ങളിൽ കുറവുമായിരുന്നു. വളരെ പ്രയാസമാണ്. നമ്മുടെ ആഫ്രിക്കയിലെ അധിക ജമാഅത്തുകളും ഗ്രാമപ്രദേശങ്ങളിലാകുന്നു. മാത്രമല്ല അവിടെയുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളും വളരെ മോശമാണ്. വിലവർധനവ് വളരെയധികം കൂടിയിരിക്കുന്നു. ഈ അവസ്ഥകളിലെല്ലാം കണ്ടുകൊണ്ട് മൊല്യം പറയുന്നു, ജനങ്ങളുടെ പക്കൽ പൈസയില്ല, അവരെങ്ങനെയാണ് ചന്ത കൊടുക്കുക എന്ന കാര്യത്തിൽ എനിക്ക് പ്രയാസമുണ്ടായിരുന്നു. പക്ഷേ ഗ്രാമീണരായ ആളുകളോട് പറഞ്ഞു, വഖഫ് ജദീദ് വർഷം അവസാനിച്ചു കൊണ്ടിരിക്കുകയാണ്.
അവിടെ ഷാഫി ഇങ്കു എന്ന പേരിൽ ഒരാളുണ്ട്. അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, എല്ലാ വർഷവും നമ്മൾ കൃത്യമായി ചന്ത കൊടുക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ചന്ത കൊടുക്കുകയും അള്ളാഹു അതിനെ ഇരട്ടിയായി തിരിച്ചു തരാതിരിക്കുകയും ചെയ്ത ഒരു വർഷമെങ്കിലും കഴിഞ്ഞു പോയിട്ടില്ല. അതുകൊണ്ട് ചന്തയുടെ അനുഗ്രഹ മുഖേന അള്ളാഹു നമ്മളെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മുടെ സാമ്പത്തിക അവസ്ഥയും നല്ലതായിക്കൊണ്ടിരിക്കുന്നു. ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും നമ്മൾ നല്ല നിലയിലാണ്. അതുകൊണ്ട് ഞങ്ങൾ പിന്മാറുന്നതല്ല, ഞങ്ങൾ ചന്ത കൊടുക്കുന്നതാണ്. അങ്ങനെ അവർ അത് കൊടുത്തു. ഇവിടെയും സമ്പത്തിനുള്ള സ്നേഹം അവരെ അതിജയിക്കുകയുണ്ടായില്ല. തൻസാനിയയിലെ ഇബ്രാഹിം സാഹിബ് പറയുന്നു, എനിക്ക് ചന്തയുടെ അനുഗ്രഹത്തെ സംബന്ധിച്ച് അറിവ് കിട്ടിയപ്പോൾ ഞാൻ എല്ലാ മാസവും ഒരു കൃത്യമായ പങ്ക് സാമ്പത്തിക ത്യാഗത്തിന് വേണ്ടി നിശ്ചയിച്ചു. അതിൻ്റെ അനുഗ്രഹപരമായി എൻ്റെ ജോലികളിൽ വർധനമുണ്ടാവുകയും അള്ളാഹു എൻ്റെ ഉപജീവനം വർദ്ധിപ്പിക്കുകയും ചെയ്തു. പറയുന്നു, ഒരിക്കൽ ചന്തയ്ക്ക് വേണ്ടി എന്നോട് പറഞ്ഞു, എൻ്റെ കയ്യിലുണ്ടായിരുന്ന അല്പം തുക ഞാനൊരു ജോലിക്ക് വേണ്ടി മാറ്റിവെച്ചതായിരുന്നു, കച്ചവടമായിരുന്നു, അതുകൊണ്ട് പൈസ മാറ്റിവെച്ചതാണ്. പക്ഷേ ചന്തയ്ക്ക് വേണ്ടി ആഹ്വാനമുണ്ടായപ്പോൾ ഞാൻ ആ തുക അതിൽ നിന്ന് കൊടുത്തു. അടുത്ത ദിവസം ഫോൺ ചെയ്ത് എൻ്റെ സാധനങ്ങൾ വാങ്ങാൻ വരുന്ന ആളോട് പറഞ്ഞു, എൻ്റെ പക്കൽ ഇപ്പോൾ പൈസയില്ല, അതുകൊണ്ട് നിങ്ങളിൽ നിന്ന് എനിക്ക് സാധനമെടുക്കാൻ സാധ്യമല്ല. അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു, സാരമില്ല, നിങ്ങൾ തരാനുള്ള പൈസയുടെ പകുതി തുക കിട്ടിയിരിക്കുന്നു, ബാക്കി പൈസ നിങ്ങൾ പിന്നീട് തന്നാൽ മതി. പറയുന്നു, ഈ പകുതി പൈസ ആരാണ് എവിടെ നിന്നാണ് കൊടുത്തത് എന്ന് എനിക്കറിയില്ല. ഇന്നും ആ രഹസ്യം എനിക്ക് മനസ്സിലായിട്ടില്ല. അള്ളാഹു ചിലപ്പോൾ ഇങ്ങനെയും സഹായിക്കാറുണ്ട്. അത് എന്തെന്ന് നമുക്കറിയാൻ സാധ്യമല്ല. ചില ആളുകൾക്ക് അള്ളാഹു സാമ്പത്തിക ത്യാഗം ചെയ്യുന്നത് കൊണ്ട് ജോലികൾ സംഘടിപ്പിച്ചു കൊടുക്കുന്നു. ചെക്ക് റിപ്പബ്ലിക്കിൽ നിന്നുള്ള ഒരു ഖാദിം പറയുന്നു, അദ്ദേഹം അവിടെയുള്ള പ്രാദേശിക നിവാസിയാണ്. അള്ളാഹു എങ്ങനെയാണ് എനിക്ക് സാമ്പത്തിക ത്യാഗത്തിൻ്റെ തത്വം പഠിപ്പിച്ചതെന്ന് നോക്കുക. പറയുന്നു, എനിക്ക് സാമ്പത്തിക ത്യാഗം മുഖേന ഒരു പുതിയ ആത്മീയ ജീവിതം കിട്ടിയിരിക്കുന്നു. ഞാൻ എൻ്റെ കൂടെയുള്ള വിദ്യാർത്ഥികളെ കാണുന്നു, അവർ ഒരുപാട് പ്രശ്നങ്ങളിൽ അകപ്പെട്ടവരാണ്. എല്ലാവരും പൈസ സ്വരൂപിക്കുന്നതിൽ വ്യാപൃതരാണ്. അവിടെ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ എൻ്റെ സ്വഭാവം കയ്യിൽ വരുന്ന പൈസ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ത്യാഗം ചെയ്യുക എന്നതാണ്. എൻ്റെ സുഹൃത്തുക്കൾ പറയുന്നു, അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. പക്ഷെ അള്ളാഹു സാക്ഷിയാണ്, എൻ്റെ ജീവിതം അവനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഞാൻ എൻ്റെ ഫീൽഡിൽ ജോലി അന്വേഷിക്കുകയായിരുന്നു. പ്രയാസങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നിരുന്നു. ചന്തയുടെ ബർക്കത്ത് കാരണം അത് അകന്നുപോയി. താമസിക്കാൻ സ്ഥലമില്ലായിരുന്നു. അള്ളാഹു താമസത്തിന് സംവിധാനമൊരുക്കി. പറയുന്നു, ആദ്യം എൻ്റെ പോക്കറ്റ് എപ്പോഴും കാലിയായിരുന്നു, പക്ഷേ ഇപ്പോൾ എൻ്റെ കീശ എപ്പോഴും നിറഞ്ഞിരിക്കുന്നു. ചന്തയും കൊടുക്കുന്നു, അള്ളാഹു അത് നിറച്ചു തരികയും ചെയ്യുന്നു. ഇന്ത്യയിൽ നിന്നുള്ള ഇൻസ്പെക്ടർ എഴുതുന്നു, ഒരു സുഹൃത്തുണ്ട്, അദ്ദേഹത്തിൻ്റെ വഖഫ് ചന്ത 24,000 ആയിരുന്നു. ഏതാനും ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. അദ്ദേഹം പറയുന്നു, എൻ്റെ പക്കൽ കുറച്ച് പൈസയുണ്ട്, ഞാനത് ഒരു അത്യാവശ്യ കാര്യത്തിന് മാറ്റിവെച്ചതാണ്. ഞാൻ പറഞ്ഞു, ഇപ്പോൾ വഖഫ് ചെയ്ത വർഷം അവസാനിക്കുകയാണ്, നിങ്ങൾ നോക്കുക, ഉചിതമായ തീരുമാനമെടുക്കുക, അല്ലെങ്കിൽ പിന്നീട് കൊടുക്കുക. അദ്ദേഹം പറഞ്ഞു, ഞാൻ അള്ളാഹുൽ ഭരമേൽപ്പിക്കുന്നു. തുക ചന്തയിൽ നൽകുകയും ചെയ്തു. അടുത്ത ദിവസം തന്നെ അദ്ദേഹത്തിൻ്റെ ഫോൺ വന്നു. അദ്ദേഹത്തിന് എവിടെയോ കച്ചവടത്തിൽ കുടുങ്ങിക്കിടന്നിരുന്ന ഒരു വലിയ തുക പെട്ടെന്ന് കിട്ടുകയുണ്ടായി. മുഴുവൻ പൈസയും ഇല്ലെങ്കിൽ പോലും അതിൽ നിന്ന് 50,000 രൂപ ലഭ്യമായി. ബാക്കി പൈസയും എത്രയും പെട്ടെന്ന് നൽകാമെന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്നു. നോക്കുക, അള്ളാഹു പറയുന്നു, നിങ്ങൾ എന്നെ ലാക്കാക്കിക്കൊണ്ട് സാമ്പത്തിനോടുള്ള സ്നേഹം ഒഴിവാക്കുകയാണെങ്കിൽ, നിങ്ങളുടെ വ്യക്തിപരമായ ആവശ്യങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് ജമാഅത്തിപരമായ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ സഹായിക്കുന്നതാണ്. അങ്ങനെ അള്ളാഹു ഈ രീതിയിൽ സഹായിക്കുന്നു. ജമാഅത്തിലുണ്ടാകുന്ന ചെലവുകൾ പറഞ്ഞതുപോലെ
ഹദ്രത്ത് മസീഹ് അലി ഇസ്ലാം പറഞ്ഞതുപോലെ ലോകത്ത് ഒരു നബിയും ജമാഅത്ത് സംവിധാനം ചലിപ്പിക്കുന്നതിന് വേണ്ടി സാമ്പത്തിക ത്യാഗത്തിന് ആഹ്വാനം നടത്താതിരുന്നിട്ടില്ല. അഹമ്മദിയ ജമാഅത്തിലും സംവിധാനം ചലിപ്പിക്കുന്നതിന് വേണ്ടി സാമ്പത്തികമായ ആഹ്വാനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ലോകത്തുള്ള നമ്മുടെ ഒരുപാട് മിഷനുകളുണ്ട്. തരീഖ് ജദീദിന്റെയും വഖഫ് ജദീദിന്റെയും വരവ് മാത്രമാണ് കേന്ദ്രത്തിലേക്ക് ഉള്ളത്. ബാക്കി പ്രാദേശിക രാജ്യങ്ങളിൽ ചെലവഴിക്കപ്പെടുന്നു. ആഫ്രിക്കയിൽ ഒരുപാട് ആളുകൾ സാമ്പത്തിക ഭദ്രതയുള്ളവരല്ല, എന്നിട്ടും അവർ ചന്ത കൊടുത്തുകൊണ്ടിരിക്കുന്നു. ചെലവുകളും ഒരുപാടുണ്ട്. മിഷൻ ഹൗസുകളും പള്ളികളുമുണ്ട്. ഇപ്പോൾ ആഫ്രിക്കയിൽ 7953 മസ്ജിദുകളുണ്ട്. 306 മസ്ജിദുകൾ നിർമ്മാണത്തിലാണ്. അതുപോലെ എല്ലാ വർഷവും ഡസൻ കണക്കിന് മസ്ജിദുകളുടെ പദ്ധതി ഉണ്ടാക്കുന്നുണ്ട്. 1860 മിഷൻ ഹൗസുകൾ പൂർത്തിയായിരിക്കുന്നു. ചിലത് വാടകയ്ക്കാണ്. നമ്മുടെ 400 കേന്ദ്ര മുബല്ലിഗുമാർ അവിടെ പ്രവർത്തിക്കുന്നു. 2000 മൊല്യമുകൾ സേവനം ചെയ്യുന്നു. പിന്നെ കാദിയാനുണ്ട്. പിന്നെ സൗത്ത് അമേരിക്കൻ രാജ്യങ്ങളിലെ ദ്വീപുകളിൽ ഉള്ള കേന്ദ്രങ്ങൾക്ക് വേണ്ടിയും ചെലവഴിക്കപ്പെടുന്നു. അവിടെ അവർക്കുള്ള ചെലവുകൾ പൂർത്തിയാകുന്നില്ല. മിഷനുള്ള ചെലവുകൾ പൂർത്തിയാക്കുന്നതിന് വേണ്ടി റണ്ണിങ് എക്സ്പെൻഡിച്ചർ വളരെ കൂടുതലാണ്. സാഹിത്യങ്ങൾ വിതരണം ചെയ്യുന്നതിനും ചെലവുണ്ട്. പുസ്തകങ്ങൾ ഇവിടെ നിന്ന് ചിലപ്പോൾ അയച്ചു കൊടുക്കുന്നു. അതിൽ വലിയ പുസ്തകങ്ങൾ ഒഴികെ മറ്റുള്ളവ സൗജന്യമായാണ് വിതരണം ചെയ്യുന്നത്. ലഘുലേഖകളും സൗജന്യമാണ്. കുറച്ച് പുസ്തകങ്ങൾ അവിടെ പ്രസിദ്ധീകരിക്കുന്നുമുണ്ട്. ഈ എല്ലാ തുകയും അള്ളാഹു തന്റെ അനുഗ്രഹത്താൽ ചെലവുകൾക്കായി നൽകുന്നു. ഈ സമയത്ത് ചെറിയ വരുമാനത്തിൽ ഇത്രയും വലിയ പ്രോഗ്രാമുകളും വലിയ ചെലവുകളും എങ്ങനെ പൂർത്തിയാകുമെന്ന് തോന്നാറുണ്ട്. തരീഖ് ജദീദിന്റെയും വഖഫിന്റെയും ചന്തകൾ പൂർണ്ണമായും കേന്ദ്രത്തിലേക്ക് വരുന്നു. ഇത് ഏറെക്കുറെ 30-31 മില്യൺ പൗണ്ട് വരും. പക്ഷേ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഈ ചെലവും നടക്കുന്നു. 106 രാജ്യങ്ങളിലേക്ക് നൽകുന്ന വാർഷിക ഗ്രാൻഡും ഏറെക്കുറെ തുല്യമായിരിക്കും. പിന്നെ ജാമ്യകളുണ്ട്. അവയ്ക്കും മില്യൺ കണക്കിന് ഗ്രാൻഡ് നൽകപ്പെടുന്നു. MTA-ക്കും മില്യൺ കണക്കിന് ചെലവുണ്ട്. പക്ഷേ ജമാഅത്തിന്റെ ഈ ചെലവുകളെല്ലാം എങ്ങനെയാണ് പൂർത്തിയാകുന്നതെന്ന് മനസ്സിലാകുന്നില്ല. ചില സമയത്ത് കൂടുതൽ ചെലവുകൾ അതെങ്ങനെ പൂർത്തിയാകുമെന്ന് ആശങ്കയുണ്ടാകുന്നു. പക്ഷേ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ചെലവുകൾ നടക്കുന്നു. അതിലൊരു കുറവും അവൻ വരുത്തുന്നില്ല. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഈ മിഷൻ നടന്നുകൊണ്ടേയിരിക്കുന്നു. അതിലെ പ്രവർത്തനങ്ങൾ നടക്കുന്നു. ഹദ്രത്ത് മസീഹ് അലി ഇസ്ലാമിനോട് അള്ളാഹു നാം നിനക്ക് ധാരാളം സമ്പത്ത് നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അള്ളാഹു നൽകുകയും ചെയ്യുന്നു. അത് ശരിയായി വിനിയോഗിക്കാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ. അതിൽ യാതൊരു വിധത്തിലുള്ള ക്രമക്കേടും ഉണ്ടാകാതിരിക്കട്ടെ. ഹദ്രത്ത് മസീഹ് അലി ഇസ്ലാം പറയുന്നു, സമ്പത്തിനോടും അള്ളാഹുവിനോടും ഒരുപോലെ സ്നേഹം കാണിക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല. ഒന്നിനെ മാത്രമേ സ്നേഹിക്കാൻ കഴിയൂ. ആയതിനാൽ അള്ളാഹുവിനോട് സ്നേഹം പുലർത്തുന്നവൻ സൗഭാഗ്യവാൻ. നിങ്ങൾ അള്ളാഹുവിനോടുള്ള സ്നേഹം നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു. അവന് സമ്പത്തിൽ മറ്റുള്ളവരെ അപേക്ഷിച്ച് അധികമായി അനുഗ്രഹം ചൊരിയപ്പെടുന്നതാണ്. കാരണം സമ്പത്ത് സ്വയം വന്നു ചേരുന്നില്ല, അള്ളാഹുവിൻ്റെ ഇച്ഛ അനുസരിച്ചാണ് വരുന്നത്. അള്ളാഹുവിന് വേണ്ടി തൻ്റെ സമ്പത്തിൻ്റെ ഒരു ഭാഗം ഒഴിവാക്കുന്നവൻ തീർച്ചയായും അത് പ്രാപിക്കുക തന്നെ ചെയ്യും. പക്ഷെ ആരാണോ സമ്പത്തിനോടുള്ള സ്നേഹം നിമിത്തം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യഥാവിധി സേവനം ചെയ്യാത്തത്, അവൻ തീർച്ചയായും ആ സമ്പത്തിനെ നഷ്ടപ്പെടുത്തുന്നതാണ്. സമ്പത്ത് നിങ്ങളുടെ പരിശ്രമം കൊണ്ട് വരുന്നതാണെന്ന് ഒരിക്കലും ചിന്തിച്ചു പോകരുത്. മറിച്ച് അള്ളാഹുവിൽ നിന്നാണ് വരുന്നത്. നിങ്ങൾ എന്തെങ്കിലും സമ്പത്ത് നൽകിക്കൊണ്ട് അതല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ സേവനം ചെയ്തുകൊണ്ട് അള്ളാഹുവിൻ്റെ വരിഷ്ഠദാസന് മേൽ ഔദാര്യം ചെയ്തു എന്നൊരിക്കലും നനയ്ക്കരുത്. മറിച്ച് സേവനം ചെയ്യാൻ അള്ളാഹു നിങ്ങളെ വിളിച്ചു എന്നത് അവൻ്റെ നിങ്ങൾക്ക് മേലുള്ള വലിയ ഒരു ഔദാര്യമാകുന്നു. ഞാൻ സത്യമായും പറയുന്നു, നിങ്ങൾ എല്ലാവരും എന്നെ ഒഴിവാക്കുകയും സേവനവും സഹായവും പിൻവലിക്കുകയും ചെയ്യുകയാണെങ്കിലും അവൻ മറ്റൊരു സമൂഹത്തെ കൊണ്ടുവരികയും സേവനങ്ങൾ ചെയ്യുന്നതുമാണ്. നിങ്ങൾ ഉറപ്പായും അറിഞ്ഞുകൊള്ളുക, ഇത് വാനലോകത്ത് നിന്നുള്ള കാര്യങ്ങളാകുന്നു.
നിങ്ങളുടെ സേവനം നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമാകുന്നു. നിങ്ങളുടെ ഹൃദയത്തിൽ അഹങ്കാരം വരികയും നിങ്ങൾ എന്തെങ്കിലും സാമ്പത്തികമായോ അതല്ല അല്ലാതെയോ സഹായം ചെയ്യുന്നുവെന്ന് ധരിക്കുകയും ചെയ്യാൻ പാടില്ല. ഞാൻ കൂടെ കൂടെ നിങ്ങളോട് പറയുന്നു, അള്ളാഹു നിങ്ങളുടെ സേവനത്തിന് ഒരിക്കലും ആശ്രിതനല്ല. ഞങ്ങൾക്ക് സേവനം ചെയ്യാൻ അവസരം നൽകിയത് നിങ്ങൾക്ക് മേലുള്ള അവൻ്റെ അനുഗ്രഹമാകുന്നു. ഈ വികാരവും ചിന്തയുമാണ് ഹദ്റത്ത് മസീഹ് അലി ഇസ്ലാം ജമാഅത്തിനുള്ളിൽ ഉണ്ടാക്കിയത്. ഇന്നേക്ക് 135 വർഷം കഴിഞ്ഞിട്ടും ഈ വികാരം ജമാഅത്തിലെ അംഗങ്ങൾക്കുള്ളിൽ, യുവാക്കളിലും പുതുതായി വരുന്നവരിലും നിലനിൽക്കുന്നു. അവർ ത്യാഗങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അതിൻ്റെ ചില സംഭവങ്ങളാണ്, അതായത് അവരെങ്ങനെയാണ് അള്ളാഹു അവരുടെ സമ്പത്തിൽ അനുഗ്രഹം നൽകുന്നത് എന്നതിൻ്റെ ആത്മാവ് മനസ്സിലാക്കിപ്പിച്ചു തന്നതാണ്. അതിനുവേണ്ടി അവർ എല്ലാ ത്യാഗത്തിനും സന്നദ്ധരുമാണ്. അള്ളാഹു അവരുടെ സമ്പത്തിലും സന്തതികളിലും അനുഗ്രഹം ചൊരിയുമാറാകട്ടെ. ഇതോടനുബന്ധിച്ച് ഞാൻ വഖഫ് ചെയ്തതിൻ്റെ ഈ വർഷത്തെ റിപ്പോർട്ട് സമർപ്പിക്കുന്നതാണ്. അതിൽ നിന്ന് ഈ വർഷം ജമാഅത്ത് എത്രമാത്രം ത്യാഗം ചെയ്തു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഡിസംബർ 31 ഈ സാമ്പത്തിക വർഷം തീരുന്നു. ആഗോള അഹമ്മദിയ ജമാഅത്തിന് 1,36,80,000 പൗണ്ട്, അതായത് ഏകദേശം 14 മില്യൺ സാമ്പത്തിക സഹായം സമർപ്പിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. ഈ തുക കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 7,36,000 പൗണ്ട് അധികമാണ്. അൽഹംദുലില്ലാ. ഇതിൽ ത്യാഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അതായത് തുകയുടെ അടിസ്ഥാനത്തിൽ, 1-ാം സ്ഥാനത്ത് ബ്രിട്ടനാകുന്നു. ഇവർക്ക് കാനഡയുമായി ശക്തമായ മത്സരമാണുള്ളത്. കാനഡയും തങ്ങളുടെ സ്ഥാനങ്ങളിൽ വർധനവ് വരുത്തിയിട്ടുണ്ട്. പക്ഷേ ബ്രിട്ടനെ അപേക്ഷിച്ച് പിന്നിൽ തന്നെയാകുന്നു. പിന്നെ 3-ാം സ്ഥാനത്ത് ജർമ്മനിയാണ്, തുടർന്ന് അമേരിക്ക, പിന്നെ ഭാരത്, ശേഷം ഓസ്ട്രേലിയ, തുടർന്ന് മിഡിൽ ഈസ്റ്റിലെ ഒരു ജമാഅത്ത്, അതിനുശേഷം ഇന്തോനേഷ്യ, വീണ്ടും മിഡിൽ ഈസ്റ്റിലെ ജമാഅത്ത് തലത്തിലും വരുന്നുണ്ട്. ശേഷം പിന്നീട് ബെൽജിയമാണ്. ആഫ്രിക്കയിലെ പൊതുവായ പിരിവിൻ്റെ അടിസ്ഥാനത്തിലുള്ള ജമാഅത്തുകൾ, ഇതിൽ 1-ാം സ്ഥാനത്ത് ഗാനയാകുന്നു. പിന്നീട് ഒരു മൊറീഷ്യസ് ജമാഅത്ത്, 3-ാം സ്ഥാനത്ത് ബുർക്കിന ഫാസ. ഇവിടെയും അവസ്ഥകൾ വളരെ പ്രയാസഭരിതമാണ്. എന്നിട്ടും അവർ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അവിടെയുള്ള ഒരുപാട് സ്ഥലങ്ങളിലെ റിപ്പോർട്ടുകൾ വന്നിട്ടില്ല, കാരണം അവരുമായി ബന്ധപ്പെടാൻ കഴിയുന്നില്ല. ശേഷം തൻസാനിയ, പിന്നെ ലൈബീരിയ, ഗാംബിയ, നൈജീരിയ, സിയറാലിയോൺ, ബെനിൻ, കോങ്കോ കിൻഷാസ. ഇവിടെ കിട്ടിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് സാമ്പത്തിക സംവിധാനത്തിൽ ഭാഗവാക്കായവരുടെ എണ്ണം 15,50,000 ആകുന്നു. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ചന്ത കൊടുക്കുന്നവരുടെ എണ്ണത്തിൽ വർധനവ് ഉണ്ടായിട്ടുണ്ട്. അതായത് ആളുകൾ അതിൽ ഒരുപാട് മോശമായ അവസ്ഥയായിരുന്നു. എങ്കിൽ കൂടി പാകിസ്ഥാനിലെ ആളുകളുടെ എണ്ണം വർദ്ധിച്ചിരിക്കുന്നു. ത്യാഗം ചെയ്തവരിൽ ബ്രിട്ടനിലെ ആദ്യ 10 ജമാഅത്തുകൾ ഫാർഹാം, പിന്നെ ഫോറസ്റ്റർ പാർക്ക്, ഇസ്ലാമാബാദ്, വാൾസാൽ, അൾഡർഷോട്ട് സൗത്ത്, ആഷ്, ചീം സൗത്ത്, ഗില്ലിംഗ്ഹാം, അഷ്റോഡ്, നോർത്ത് ഈവൽ. ആദ്യത്തെ 5 റീജനുകൾ ഇസ്ലാമാബാദ്, ബൈത്തുൽ ഫുത്തുഹ്, മിഡ്ലാൻഡ്, മസ്ജിദ് ഫദൽ, ബൈത്തുൽ ഇസാൻ. വഖഫിന്റെ അത്ഫാൽ ലെഡ്ജർ വേറെ തന്നെയുണ്ട്. അതിൽ ആദ്യത്തെ 10 ജമാഅത്തുകൾ അൾഡർഷോട്ട്, പിന്നെ അൾഡർഷോട്ട് നോർത്ത്, ഫർഹാം, അൾഡർഷോട്ട് സൗത്ത്, ബ്രോഡ്ഡോൺ, ചീം സൗത്ത്, ഇസ്ലാമാബാദ്, ക്രോംപ്ടൺ വാലെ, മാഞ്ചസ്റ്റർ നോർത്ത്, വാൾസാൽ. പിരിവിൻ്റെ അടിസ്ഥാനത്തിൽ കാനഡയിലെ ആദ്യത്തെ ഇമാരത്തുകൾ 1 ഹമിൽട്ടൺ, പിന്നെ അഡ്മിൻറ്റൺ വെസ്റ്റ്, തുടർന്ന് ഹാൽമട്ടൺ മൗണ്ടൻ, മിൽട്ടൺ ഈസ്റ്റ്, ബൈത്തുന്നൂർ റഹ്മാൻ, സസ്കാട്ടൂൺ, ദർഹം,
ഡർഹം വെസ്റ്റ്, റജൈന, മോൺട്രിയാൽ വെസ്റ്റ്, ബൈത്തുൽ ആഫിയത്ത്, സിസ്കാട്ടൂൺ, വെനിപ്പഗ്, ഏഡ്രി ലായ്ഡ്, മൻസ്റ്റർ, ന്യൂ ഫോൺലാൻഡ്സ്. അത്ഫൽ ലെഡ്ജറിൽ ആദ്യത്തെ സ്ഥാനത്തുള്ള ഇമാരത്തുകൾ വഹിവാൻ, ടൊറന്റോ വെസ്റ്റ്, വെങ്കോവർ, പീസ് വില്ലേജ്, കാൽഗരി, മിസിസാഗ, ബ്രംപ്ടൺ ഈസ്റ്റ്, ബ്രംപ്ടൺ വെസ്റ്റ്, ടൊറന്റോ. ജമാഅത്തുകളിൽ അത്ഫാൽ ലെഡ്ജറിൽ ഒന്നാം സ്ഥാനത്ത് ഡർഹം വെസ്റ്റ്, പിന്നെ ഹദീഖ അഹമ്മദ്, ബ്രാഡ്ഫോർഡ് ഈസ്റ്റ്, മോൺട്രിയാൽ വെസ്റ്റ്, ഹമൽട്ടൺ ഈസ്റ്റ്, ഹമൽട്ടൺ മൗണ്ടൈൻ, ഇൻസഫീൽഡ്, മിൽട്ടൺ വെസ്റ്റ്, വേൻഡ്രസ്. ജർമ്മനിയിലെ ആദ്യത്തെ 5 ഇമാരത്തുകൾ, അതിൽ ഒന്നാം സ്ഥാനത്ത് ഹംബുർഗ് ആകുന്നു, പിന്നെ ഫ്രാങ്ക്ഫർട്ട്, വേസ്ബാഡൻ, ഗ്രോസ്ഗീറ, റെഡ്ഷട്ടൺ. ഇപ്പോൾ ഇമാരത്തുകളാണ് പറഞ്ഞത്. ഇനി ജമാഅത്തുകൾ: റോഡ്ഗ, നിഡ്ഡ, റെഡ്മാർക്ക്, ഫ്ലോറസ്ഹൈം, നോയിവേഡ്, കോബ്ലൻസ്, വൈൻഗാർട്ടൻ, പനിബർഗ്, ബെർലിൻ, നോയ്സ്. അത്ഫാൽ ലെഡ്ജറിൽ 5 റീജിയനുകൾ. ഒന്നാം സ്ഥാനത്ത് വെസ്ബാഡൻ, പിന്നെ ഹംബുർഗ്, ഹേൻസ്, സാവെസ്റ്റ്, വെസ്റ്റ് ഫാലിൻ, ഡേഡ്സൺബാഗ്. അമേരിക്കയിലെ 10 ജമാഅത്തുകൾ: മേരിലാൻഡ് ഒന്നാം സ്ഥാനത്ത്, പിന്നെ ലോസ് ആഞ്ചലസ് രണ്ടാം സ്ഥാനത്ത്, പിന്നെ നോർത്ത് വെർജീനിയ, സിലിക്കോൺ വാലി, സീറ്റൽ, ഡെട്രോയിറ്റ്, ചിക്കാഗോ, ഡേലസ്, സൗത്ത് വെർജീനിയ, ആസ്റ്റൺ. അത്ഫാൽ ലെഡ്ജറിലെ 10 ജമാഅത്തുകൾ: ഒന്നാം സ്ഥാനത്ത് സീറ്റൽ, പിന്നെ ഫിലാഡൽഫിയ, നോർത്ത് വെർജീനിയ, ജോർജിയ, കരോലൈന, ചിക്കാഗോ, ആസ്റ്റൺ, ഡീലസ്, ആഷ്കോഷ്, വേട്രൈറ്റ്, മേരിലാൻഡ്. പാകിസ്ഥാൻ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഒരുപാട് പരിശ്രമിക്കുകയും ത്യാഗങ്ങൾ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒന്നാം സ്ഥാനത്ത് ലാഹോർ ആകുന്നു, പിന്നെ റബുവ, മൂന്നാം സ്ഥാനത്ത് കറാച്ചി. ചന്ത കൊടുക്കുന്ന വലിയവരുടെ കാര്യത്തിൽ ജില്ലാതലത്തിൽ ഒന്നാം സ്ഥാനത്ത് ഇസ്ലാമാബാദ് ആകുന്നു, സിയാൽകോട്ട് രണ്ടാം സ്ഥാനത്ത്, പിന്നെ ഫൈസലാബാദ്, ഗുജറാത്ത്, ഗുജറൻവാല, സർഗോദ, ഉമർകോട്ട്, മുൾത്താൻ, ഹൈദരാബാദ്, മീർപുർ ഖാസ്. ആദ്യത്തെ 10 ജമാഅത്തുകൾ: ഇസ്ലാമാബാദ് ഒന്നാം സ്ഥാനത്താകുന്നു, പിന്നെ ടൗൺഷിപ്പ് ലാഹോർ, ദാറുസിക്കർ ലാഹോർ, അസീസാബാദ് കറാച്ചി, അല്ലാമ ഇക്ബാൽ ടൗൺ ലാഹോർ, പിന്നെ സെമിനാബാദ് ലാഹോർ, ബൈത്തുൽ ഫസൽ ഫൈസലാബാദ്, മുൾത്താൻ, ഡെലിഗേറ്റ്, ഗുജറൻവാല. അത്ഫാലിൻ്റെ കാര്യത്തിലുള്ള ആദ്യത്തെ 3 ജമാഅത്തുകൾ: ഒന്നാം സ്ഥാനത്ത് ലാഹോർ, പിന്നെ റബുവ, തുടർന്ന് മൂന്നാം സ്ഥാനത്ത് കറാച്ചി. അത്ഫാലിൻ്റെ കാര്യത്തിൽ ജില്ലാതലത്തിലുള്ള സ്ഥാനം: ഇസ്ലാമാബാദ് ഒന്നാം സ്ഥാനത്ത്, പിന്നെ സിയാൽകോട്ട്, പിന്നെ നാരോവാൾ, ഉമർകോട്ട്, റാവൽപിണ്ടി, ഗുജറൻവാല, മീർപുർ ഖാസ്, ഗുജറാത്ത്, ഹൈദരാബാദ്, ഷേഖുപുര. അനിതര സാധാരണമായ രീതിയിൽ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ജമാഅത്തുകൾ ഇവയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ 10 സംസ്ഥാനങ്ങൾ: കേരള ഒന്നാം സ്ഥാനത്ത്, പിന്നെ തമിഴ്നാടു, തുടർന്ന് ജമ്മു കാശ്മീർ, പിന്നെ കർണാടക, തെലുങ്കാന, ഒഡീഷ, പഞ്ചാബ്, വെസ്റ്റ് ബംഗാൾ, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്.
ആദ്യത്തെ 10 ജമാഅത്തുകൾ ഒന്നാം സ്ഥാനത്ത് കോയമ്പത്തൂർ, രണ്ടാം സ്ഥാനത്ത് കാദിയാൻ, പിന്നെ ഹൈദരാബാദ്, പിന്നെ കോഴിക്കോട്, മഞ്ചേരി, ബാംഗ്ലൂർ, മേലപ്പാളയം, കൊൽക്കത്ത, കേരങ്ക്, കരുളായി. ആസ്ട്രേലിയയിലെ 10 ജമാഅത്തുകൾ ഒന്നാം സ്ഥാനത്ത് കാസ്റ്റൽ ഹിൽ, പിന്നെ മെൽബൺ, ലാംഗ്വാൺ, മാർസ്ഡൻ പാർക്ക്, फिर मेलबोर्न, क्लाइड, लोगोन ईस्ट, मेलबोर्न, ब्रूक, पेनरिथ, പെർത്ത്, എഡ്ലൈഡ് വെസ്റ്റ്. ആസ്ട്രേലിയയിൽ വലിയ ആളുകളുടെ ചന്ത കൊടുക്കുന്ന കാര്യത്തിൽ ഒന്നാം സ്ഥാനത്ത് കാസൽ ഹിൽ, പിന്നെ മെൽബൺ, ലാംഗ്വാറൻ, മാർസ്ഡൻ പാർക്ക്, ലോഗൻ വെസ്റ്റ്, മെൽബൺ, ബ്രൂക്ക്, മെൽബൺ ഗ്ലൈഡ്, പെൻറിത്ത്, പെർത്ത്, എഡ്ലാൻഡ് വെസ്റ്റ്, ബ്ലാക്ക് ടൗൺ. അത്ഫാലിൻ്റെ കാര്യത്തിൽ മെൽബൺ, ലാംഗ്വാറൻ, പെർത്ത്, പ്ലംപ്ടൺ, എഡൽഡ് സൗത്ത്, മെൽബൺ ഗ്ലൈഡ്, പെൻറിത്ത്, മെൽബൺ വെസ്റ്റ്, മാർസ്ഡൻ പാർക്ക്, ബർസബൻ സെൻട്രൽ, മെൽബൺ ബ്രോക്ക്. അള്ളാഹു ത്യാഗം ചെയ്യുന്നവരുടെ സമ്പത്തിലും സന്താനങ്ങളിലും ഒരുപാട് അനുഗ്രഹങ്ങൾ ചൊരിയുമാറാകട്ടെ. ദുആ ചെയ്യുക, 2025 വർഷം അനുഗ്രഹങ്ങളുടെ വർഷമായി തീരട്ടെ. അള്ളാഹു എല്ലാ ദ്രോഹങ്ങളിൽ നിന്നും ജമാഅത്തിനെ സംരക്ഷിക്കുമാറാകട്ടെ. പാകിസ്ഥാനിൽ ഉഗ്രവാദികളുടെ സംഘങ്ങൾ ഇടയ്ക്കിടെ തലപൊക്കുന്നു. നിയമത്തിന്റെ മറയിൽ ജമാഅത്തിനെതിരിൽ എല്ലാ തരത്തിലുള്ള ദ്രോഹങ്ങളും ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. അവിടെ ഖബർസ്ഥാനുകളും വീടുകളും ഒന്നും സുരക്ഷിതമല്ല. അള്ളാഹു ഈ ദ്രോഹികളെ പിടിക്കുന്നതിന് എത്രയും പെട്ടെന്ന് സംവിധാനമൊരുക്കട്ടെ. അഹമ്മദികളെ തന്റെ സംരക്ഷണത്തിലാക്കുമാറാകട്ടെ. ഇപ്പോൾ ഇവർ റബുവിലേക്കും കണ്ണുവച്ചിരിക്കുന്നു. അതിനെയും അള്ളാഹു സംരക്ഷിക്കുമാറാകട്ടെ. സ്വലാത്തും ചില ദുആകളും ചൊല്ലുന്നതിലേക്ക് ഞാൻ കുറച്ചു മുമ്പ് ശ്രദ്ധ ക്ഷണിച്ചിരുന്നു. ഇക്കാര്യത്തിലേക്ക് പാകിസ്ഥാനിൽ പ്രത്യേകിച്ചും അതുപോലെ ലോകത്തുള്ള എല്ലാ അഹമ്മദികളും ശ്രദ്ധിക്കേണ്ടതാണ്. ബംഗ്ലാദേശിലെ അഹമ്മദികൾക്ക് വേണ്ടി ദുആ ചെയ്യുക. അള്ളാഹു അവരെയും ഉഗ്രവാദികളുടെ ദ്രോഹങ്ങളിൽ നിന്ന് രക്ഷിക്കുമാറാകട്ടെ. ഷാമിൽ പുതിയ ഗവൺമെന്റ് വന്നിരിക്കുന്നു. അതുപോലെ മറ്റ് രാജ്യങ്ങളുണ്ട്, ആഫ്രിക്കയിൽ രാജ്യങ്ങളുണ്ട്. എല്ലാ സ്ഥലത്തും അള്ളാഹു തൻ്റെ സംരക്ഷണത്തിൽ അഹമ്മദികളാക്കുമാറാകട്ടെ. ഓരോ അഹമ്മദിയെ സംബന്ധിച്ചിടത്തോളം സ്വയമായും ദുആ ചെയ്യേണ്ടത് വളരെ അനിവാര്യമാണ്. തങ്ങളുടെ രാജ്യങ്ങൾക്ക് വേണ്ടിയും പാകിസ്ഥാനിൽ പുറത്തു കഴിയുന്ന ആളുകൾ പാകിസ്ഥാന് വേണ്ടിയും ലോകത്തിലെ പൊതുവായ അവസ്ഥകൾക്കും യുദ്ധത്തിന്റെ അവസ്ഥകളെ സംബന്ധിച്ചും അതിന്റെ ദുരവസ്ഥകളിൽ നിന്ന് എല്ലാ നിർദോഷികളെയും മർദ്ദിതരെയും രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയും അള്ളാഹുവിനോട് ദുആ ചെയ്യുക. പുതുവർഷം ജനങ്ങൾ കരിമരുന്ന് കൊണ്ട് ആഘോഷിക്കുന്നു, പൂക്കുറ്റികൾ പറത്തുന്നു. എല്ലാവരും സ്വന്തം സന്തോഷം മാത്രമാണ് നോക്കുന്നത്, മറ്റുള്ളവരുടെ വേദന മനസ്സിലാക്കുന്നില്ല. സാധുക്കളെയും ദരിദ്ര സമൂഹങ്ങളെയും മർദ്ദനെയും ശക്തരായ രാജ്യങ്ങൾ ദ്രോഹിക്കുന്നു. അള്ളാഹു ഈ വർഷം ശക്തരായ ആളുകളുടെ പദ്ധതികളെ പരാജയപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹു ഏകത്വം സ്ഥാപിക്കുന്നത് കാണാൻ കഴിയുമാറാകട്ടെ. അള്ളാഹു നമുക്ക് അതിന് തൗഫീക്ക് നൽകുമാറാകട്ടെ. Alhamdulillah, alhamdulillah, nahmaduhu wa nasta'inuhu wa nastaghfiruhu wa nu'minu bihi wa natawakkalu alayhi wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. Man yahdihillahu fala mudilla lahu ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى
وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر